ഇനിയൊരു കാര്യം ഞാൻ പറയട്ടെ, സാന്ദർഭികമായിട്ട് പറയാം. ഖുർആൻ വ്യാഖ്യാനിക്കാൻ നമുക്ക് അർത്ഥം വെക്കാൻ പറ്റില്ലല്ലോ. ഖുർആൻ ഡിക്ഷണറി വെച്ച് അർത്ഥം വെക്കാൻ പറ്റുമോ? ഖുർആൻ അർത്ഥം വെക്കാൻ കിട്ടൂല, മനസ്സിലാവില്ല. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആര് മനസ്സിലാക്കി തരണം? നബിയും സ്വഹാബികളും അവരെ പിൻപറ്റിയവരും താബിഈങ്ങളും. ഇവരാ അതിന്റെ അതോറിറ്റി പറഞ്ഞു തരേണ്ട ആളുകൾ. ചിലപ്പോഴെങ്കിലും നമുക്ക് സംശയം ഉണ്ടാവും, എന്താ ഈ മദ്ഹബ് എന്നൊക്കെ പറഞ്ഞു, എന്താ ഈ ഷാഫി, എന്താ ഈ ഹനഫി, എന്താ നമുക്കൊരു മുഹമ്മദി എന്നായാൽ പോരെ, ഒരു ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പോരെ. ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അറിവില്ലാത്തത് കൊണ്ടാണ്. ഇവരെല്ലാം എന്ന് പറയാൻ പറ്റും. ചെറുപ്പക്കാരൊക്കെ അങ്ങനെ കടിച്ച് മെസ്സേജ് കൊടുഞ്ഞാൽ ഇപ്പോ ഞാൻ ഹാഫിയോ ഹനഫിയോ മാലിക്കിയോ ഹംബൽ, ഞാൻ അതൊന്നുമല്ല, ഞാൻ ഇസ്ലാമിയാണ്, ഞാൻ മുഹമ്മദിയാണ്. ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ആരാണ്? മുഹമ്മദികളാണ്, ഇസ്ലാമികളാണ്. ഇവർക്കൊക്കെ പറയാം ഇവരൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകളാണ്. ഈ മദ്ഹബ് പിൻപറ്റണം എന്ന് പഠിപ്പിച്ചത് ആരാന്നറിയോ? പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. എവിടെ നിന്ന് കിട്ടി? أطيعوا الله وأطيعوا الرسول وأولي الأمر منكم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم. നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണേ, അവന്റെ റസൂലിനെ വഴിപ്പെടണേ, നിങ്ങളിലെ ഉലുൽ അംറിനെ വഴിപ്പെടണമേ. ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ എന്നർത്ഥം പറയാറുണ്ട്. പക്ഷേ ഈ ഖുർആനിന്റെ ആയത്തിന് ഈ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താണ് വ്യാഖ്യാനം കൊടുത്തത്? ഐ അൽ ഉലമാ അൽ മുജ്തഹിദീൻ, ദീനിന്റെ ഇൽമ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള മുജ്തഹിദീങ്ങളായ ആലിമീങ്ങളെ, ദീനിന്റെ ഉലമാഇനെ വഴിപ്പെടണമെന്നാണ് ഇതിന്റെ അർത്ഥം. ദീനിന്റെ ഉലമാഇനെ വഴിപ്പെടണം. ഈ ആശയത്തിൽ നിന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഹിജ്റയുടെ 3-ാം നൂറ്റാണ്ടിന്റെ ഉള്ളിൽ കടന്നുപോയ ഇന്ന് ക്രോഡീകരിക്കപ്പെട്ട ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനങ്ങൾ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് മനഃപ്പാഠമാക്കുകയും പഠിച്ചെടുക്കുകയും ചെയ്ത 4 പ്രഗത്ഭരായ ഇമാമിങ്ങൾക്ക് ശേഷം, ഹിജ്റ 5ന്റെ ശേഷം ഒരു മുത്തലഖ് മുജ്തഹിദും ലോകത്ത് വന്നിട്ടില്ലെന്ന് ഖണ്ഡിതമായി പ്രഖ്യാപിക്കുന്ന പണ്ഡിത ലോകം. ആ കാലത്ത് ജീവിച്ചുപോയ മഹാന്മാരാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, മഹാനായ മാലിക് ഇബ്നു അനസ് മദനി റളിയല്ലാഹു അൻഹു, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. ഇവരെ പോലെ പ്രാഗൽഭ്യമുള്ള ഒരു ആലിം ലോകത്ത് മറ്റാരും വന്നിട്ടില്ലെന്ന് പണ്ഡിത ലോകത്തിന്റെ സാക്ഷ്യമാണ്. ഇവർ ക്രോഡീകരിച്ചു വെച്ച ദീനിന്റെ പഠനമാണ് മദ്ഹബ് എന്ന് പറയുന്നത്. എവിടുന്ന് കിട്ടി? ആണെന്ന് കിട്ടി. ആര് പഠിപ്പിച്ചു? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഒരു ചെറിയ തിരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞുതരാം. വെറുതെ അറിയാത്തത് പറഞ്ഞു പോരുതേ. എനിക്ക് മദ്ഹബൊന്നുമില്ല പറയാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഭയങ്കര സംഭവം. അത് മാത്രം നമുക്ക് പിന്നെ എപ്പോഴൊക്കെ വേദ പറയാം. അങ്ങനെ നമുക്ക് കുറെ വേദ പറയേണ്ടി വരും. പല വിഷയങ്ങളും സമരമൊക്കെ ചോദിക്കും. ഭയങ്കര സംഭവമാണിത്. ആരാവരൊക്കെ നമുക്ക് ബുഖാരി മുസ്ലിം, എനിക്ക് ബുഖാരി ഇമാമിന്റെ കിതാബ് കിട്ടിയാൽ മതി. ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ? നല്ല ചുരുക്കുള്ള ചോദ്യമാണത്. ബുഖാരി ഇമാം അതല്ല ചോദിച്ചത്, എന്റെ ഹദീസിന്റെ ഇമാം ഷാഫിഈ എന്താണ് മറുപടി കൊടുത്തതെന്ന്. ബുഖാരി ഇമാം ഷാഫിഈ മദ്ഹബിനെ പറ്റിയ മഹാനാണ്. നമ്മൾ വരെ നമുക്ക് ബുഖാരി ഇമാം അറിയാം. നമ്മൾ വരെ ബുഖാരിയിലുണ്ടോ, ബുഖാരി ഇമാം എന്റെ കിതാബിലുണ്ടോ എന്നല്ല ചോദിച്ചത്. ഇതിന് ഇമാമുന ശാഫിഈ തങ്ങളും അസ്ഹാബും കൊടുത്ത അർത്ഥം എന്താണ്? ബുഖാരി ഇമാമിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ആളാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് 7 ലക്ഷം ഹദീസ് മനപ്പാഠം ഉണ്ടെന്നാണ്. ഇമാമുന ശാഫിഈ തങ്ങൾക്ക് 10 ലക്ഷം ഹദീസ്. ഇന്നത്തെ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് കിട്ടുമോ 10 ലക്ഷം ഹദീസ്? 40,000 ഹദീസിന് അപ്പുറത്തേക്ക് കിട്ടുമോ? നമുക്ക് ഇല്ല. അപ്പൊ ഈ ഹദീസിന്റെ പണ്ഡിതന്മാരുടെ കാലത്തിന് മുമ്പ് കഴിഞ്ഞവരാ മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അവരുടെ കയ്യിലുണ്ടായിരുന്ന അത്ര ഹദീസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. കേട്ടോ, നമ്മൾ ഓരോ ഹദീസും വെച്ചിട്ട് അർത്ഥം പറയാം. ഇതിങ്ങനെയാണ്, ഇതിന്റെ ആശയം നമ്മൾ പറയാൻ നിൽക്കല്ലേ. ഫിഖ്ഹിൽ ഉലമാ എന്ത് പറഞ്ഞോ നമ്മൾ സ്വീകരിച്ച് ജീവിച്ചാൽ മതിയേ. ബാക്കിയൊക്കെ അലല്ലാഹ്, അവരും പറച്ചുനയിക്കോളൂ. നിങ്ങൾ പേടിക്കണ്ട. അതുകൊണ്ട് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ ഇക്കാലം അത്രയും കേരളക്കരയെ ഈ അഖീദയിൽ നിർത്തിപ്പോകുന്നത്. ഇതിന്റെ ഒക്കെ കാരണം എല്ലാവരും ചെവിയിലും എന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഏതാണ് ഈ മദ്ഹബ്, എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ? ആലിമീങ്ങളുടെ മിമ്പറിൽ നിൽക്കുക, വഴിതെറ്റി പോവല്ലേ. അല്ലാഹു നമ്മെ ഇസ്തിഖാമത്ത് നിർത്തി തരുമാറാകട്ടെ. പഴക്കൂല, ഈ മാർഗത്തിൽ കയറിക്കൂടി പഴക്കൂല. ഒരുപാട് ചിന്തകൾ വരുന്ന കാലമാണ്. അറിയുന്നവരും അറിയാത്തവരും കുല്ലമ ഹബ്ബ വദബ്ബ കിട്ടുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് കൊടുക്കുകയാണ്. ഇവർക്ക് അറിയോ ഞാൻ എന്താണ് ടൈപ്പ് ചെയ്ത് വിടുന്നത്, എന്താണ് ഇതിന്റെ ആശയം എന്നറിയോ?
അഹ്മദ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഈ ആയത്തിന് കൊടുത്ത അർത്ഥമാണ് എന്താണെന്നൊന്ന് പരിശോധിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ആരാണിവർ? നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ലോകത്തിന്റെ ഗുരു ദുആ ചെയ്തു പോയത്. അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ. ഈ കുട്ടിക്ക് ഖുർആനിന്റെ ആശയം പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാ, ഈ കുട്ടിക്ക് നീ ഫിഖ് പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അങ്ങനത്തെ ഒരു മഹാൻ കൊടുക്കുന്ന വ്യാഖ്യാനത്തെ ലോക മുസ്ലിമീങ്ങൾക്ക് തള്ളാൻ സാധ്യമല്ലല്ലോ. ആ കുഞ്ഞിനെ ഇങ്ങനെ പണ്ഡിതനായി വളർത്തണേ എന്ന് പ്രാർത്ഥിച്ചു പോയത് 11 വയസ്സുള്ളപ്പോൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു കൊടുത്തപ്പോഴാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരു ഹുദവി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ വിമർശിക്കുന്നതായി കേൾക്കാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഖുർആന് അർത്ഥം വെക്കാൻ പറ്റൂല, അത് നബിയും സഹാബത്തും താബികളും തബഴ് താബികളും ഒക്കെ പറഞ്ഞത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം മുജാഹിദുകൾ അവര് പറയാത്തത് പറയുന്നു എന്ന് അർത്ഥം അദ്ദേഹം ജനങ്ങളെ തോന്നിപ്പിക്കുന്ന ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മുജാഹിദുകൾ അവർ സ്വന്തം അർത്ഥം പറയുകയാണ്, നബിയും സഹാബത്തും താബികളും തബഴ് താബികളും പഠിപ്പിക്കാത്തതാണ് പറയുന്നത് എന്ന ഒരു തോന്നൽ അദ്ദേഹം വളരെ ഗുരുതരമായ ഒരു തെറ്റിദ്ധാരണ മുജാഹിദുകളെ സംബന്ധിച്ച് അദ്ദേഹം വരുത്തി തീർക്കുകയാണ്. ശരിയല്ല അത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ ഇന്ന് വരെ പറഞ്ഞ കർമ്മകാര്യങ്ങളാവട്ടെ വിശ്വാസപരമായ കാര്യങ്ങളാവട്ടെ ഏതെങ്കിലും ഒരു കാര്യം നബിയോ സഹാബത്തോ താബികളോ തബഴ് താബികളോ പറയാത്ത എന്തെങ്കിലും ഒരു കാര്യം മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങൾ തിരുത്താം. ഇന്ന് വരെ ഒരാൾക്കും തന്നെ മുജാഹിദുകൾ ഖുർആനിന് അർത്ഥം വെച്ചത് ഇന്നത് തെറ്റാണ്, അത് റസൂലും സഹാബത്തും താബികളും തബഴ് താബികളും ആരും പറയാത്ത അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരു ആയത്തെങ്കിലും ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് വരെ മുജാഹിദുകളെ സംബന്ധിച്ച് ഒരാൾക്കും പറയാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ അതിന്റെ ആളുകളുമല്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം സലഫികൾ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. സലഫി എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹിയെ പിൻപറ്റുക, സഹാബത്തിനെ പിൻപറ്റുക, താബികളെ പിൻപറ്റുക, തബഴ് താബികളെ പിൻപറ്റുക. ഈ അജണ്ട വെച്ച് പുലർത്തുന്നവരെ സംബന്ധിച്ചാണ് സലഫികൾ എന്ന് പറയുന്നത്. ഞങ്ങൾ അതിന്റെ ആളുകളാണ്. ഞങ്ങളുടെ ഖുർആനോ ഹദീസോ ഞങ്ങൾ വ്യാഖ്യാനിക്കുമ്പോ റസൂലിനോ സഹാബത്തിനോ താബികൾക്കോ തബഴ് താബികൾക്കോ പരിചയമില്ലാത്തൊരു വ്യാഖ്യാനം പറയരുത് എന്നതിൽ കണിശത പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. എന്നാൽ മറിച്ച് ഇവിടെ പറഞ്ഞ ഹുദവി ഉണ്ടല്ലോ, ഞങ്ങൾ ഖുർആനും ഹദീസും സഹാബത്തും താബികളും തബഴ് താബികളും പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ ആ ഹുദവിയെ സംബന്ധിച്ചിടത്തോളം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും താബികളും തബഴ് താബികളും പറയാത്ത അർത്ഥം അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു സാമ്പിളിന് ഒന്ന് മാത്രം ഞാൻ പറയാം. ഇപ്പോ കൊട്ടപ്പുറം വാദപ്രതിവാദം നടന്നല്ലോ. കൊട്ടപ്പുറം വാദപ്രതിവാദം നടന്നപ്പോ കാന്തപുരമായിരുന്നു വാദപ്രതിവാദം നടത്തിയിരുന്നത്. ആ സ്റ്റേജിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുണ്ടായിരുന്നു, കെ അബൂബക്കർ ഹസറത്ത് ഉണ്ടായിരുന്നു, എം ബഷീർ മുസ്ലിയാരുണ്ടായിരുന്നു, അണ്ടോണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാരുണ്ടായിരുന്നു, ചെറിയ എഫ് ഉണ്ടായിരുന്നു, നാട്ടിക മൂസ മുസ്ലിയാരുണ്ടായിരുന്നു. അതുപോലെ സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ അതിലുണ്ടായിരുന്നു. ഞാൻ ആ വാദപ്രതിവാദം നടത്തുന്ന ആ വേദിയിൽ ഞാനും അതിലുണ്ടായിരുന്നു. അതിന്റെ മുമ്പിൽ തന്നെ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിട്ട് അതിന്റെ മുന്നിൽ സദസ്സിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ആ വാദപ്രതിവാദ സ്റ്റേജിൽ നിന്നുകൊണ്ട് കാന്തപുരം അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാന്തപുരം പറഞ്ഞത് ഉണ്ട് മൗലവി, ഉണ്ട് എന്നാണ്. അതിന് അദ്ദേഹം ഓതിയ ആയത്ത് എന്താ? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്താണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കൂ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ബല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ബായിക്കൂടെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ എന്ന് പറയുന്ന ഇസ്തിഗാസക്ക് തെളിവ് ഈ ഇസ്അൽ എന്നുള്ളതാണെന്നാണല്ലോ ഇവർ പറയുന്നത്. ഈ വസ്അൽ മൻ അർസൽന എന്നതിലെ ഈ ഇസ്അൽ എന്നതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? താബികൾ പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? തബഴ് താബികൾ പഠിപ്പിച്ചിട്ടുണ്ടോ?
മാത്രമല്ല മുജ്തഹിദുകളായ ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമ് മുജാഹിദുകളുടെയും സമസ്തയുടെയും ഇടയിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസക്ക് തെളിവായിക്കൊണ്ട് ഏതെങ്കിലും മുജ്തഹിദായ ഒരു ഇമാം ഓതിയിട്ടുണ്ടോ, റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ, താബീകൾ പറഞ്ഞിട്ടുണ്ടോ, തബഴ് താബീകൾ പറഞ്ഞിട്ടുണ്ടോ, ഇവരാരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഇവർക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഒറ്റ സാമ്പിളാണ് സഹോദരങ്ങൾ, ഞാൻ ഒരൊറ്റ ആയത്താണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അനവധി ആയത്തുകൾ ഇവർ ഓതുന്നു. ഇവർ ഇസ്തിഗാസക്ക് അനുകൂലമായി ഓതുന്ന ആയത്തുകൾ സഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ, നബി പറഞ്ഞിട്ടുണ്ടോ, താബീകൾ പറഞ്ഞിട്ടുണ്ടോ, തബഴ് താബീകൾ പറഞ്ഞിട്ടുണ്ടോ, ഇവർ മറുപടി പറയേണ്ടതാണ്. ഖുർആനിന് അർത്ഥം പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? ഇവിടെ നമുക്കുള്ളതൊക്കെ എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നതാണ്, ഞങ്ങളൊന്നും പറയുന്നില്ല. എങ്കിൽ വസ്അൽ എന്നുള്ള ആയത്തിന്റെ കൽപ്പനക്രിയ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തൽ അനുവദനീയമാണ് എന്ന് ഏത് മഹാനാണ് പറഞ്ഞത്? 4 മുജ്തഹിദുകളായ ഇമാമുകൾ ആരാണ് പറഞ്ഞത്? ഇവരാരെങ്കിലും ഒരാളെ ഇവർ ഉദ്ധരിക്കണം. മാത്രമല്ല ഇനി അവരാരും പറയാതെ ഇവർ സ്വന്തമായി പറഞ്ഞു എങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് വസ്അൽ മൻ അർസൽന എന്നതിലെ ഇസ്അൽ എന്നാൽ കൽപ്പനക്രിയ, സീഗത്തു അംർ, 24ഓളം അർത്ഥത്തിന് കൽപ്പനക്രിയ വരും. ഇവിടെ ഇസ്അൽ എന്ന് പറയുമ്പോൾ നീ ചോദിക്കൂ എന്നാണ്. ആ കൽപ്പനക്രിയ ഒന്നുകിൽ ഈജാബിന് വരും, അല്ലെങ്കിൽ നദുബിന് വരും, അല്ലെങ്കിൽ ഇർഷാദിന് വരും, അതുമല്ലെങ്കിൽ ഇബാഹത്തിന് വരും, തഹ്ദീദിന് വരും, ഇംതിനാനിന് വരും, ഇഖ്റാമിന് വരും, തസ്ഖീറിന് വരും, തഅജീസിന് വരും, ഇഹാനത്തിന് വരും, തസ്വിയത്തിന് വരും, ദുആഇന് വരും, തമന്നിക്ക് വരും, ഇഹ്തിഖാറിന് വരും, തക്വീനിന് വരും, ഇൻആമിന് വരും, ഖബറിന് വരും, തഫ്വീലിന് വരും, തഅജ്ജുബിന് വരും, തക്ദീബിന് വരും, മശ്വറത്തിന് വരും, ഇഅ്തിബാറിന് വരും, തഅദീബിന് വരും, ഇൻദാറിന് വരും. ഈ അർത്ഥങ്ങളിൽ 24ഓളം അർത്ഥങ്ങളിൽ ഇത് അനുവദനീയമാണ് എന്ന അർത്ഥം ആരാണ് പറഞ്ഞു തന്നത്? കൽപ്പനക്രിയ പ്രഥമ ദൃഷ്ട്യ അത് ഈജാബിനാണ്. അതിൽ നിന്ന് തെറ്റുമ്പോൾ അവിടെ കരീനത്തുണ്ടാകും, അതിന് മറ്റർത്ഥങ്ങളിലേക്ക് തെറ്റാനുള്ള സൂചനകൾ ഉണ്ടാകും. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇസ്അൽ എന്നുള്ളിടത്ത് ഈ കൽപ്പനക്രിയ അനുവദനീയം എന്നതിലേക്ക് കരീനത്ത് കിട്ടിയതുകൊണ്ട് അനുവദനീയം എന്ന് സമസ്തയുടെ ആളുകൾ പറഞ്ഞതാണെങ്കിൽ ഏത് മുജ്തഹിദാണ് ആ കരീനത്ത് പറഞ്ഞത്? മുജ്തഹിദ് പറയാത്തൊരു കരീനത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനുവദനീയം എന്ന് പറഞ്ഞാൽ ഇമാമ് പറയാത്തതും റസൂല് പറയാത്തതും സഹാബത്ത് പറയാത്തതും താബീകളും തബഴ് താബീകളും പറയാത്തതും പറയുക എന്നുള്ള മുജാഹിദുകളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം സമസ്തയുടെ തലയിൽ തന്നെയല്ലേ വീണത് എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത്. ഏതെങ്കിലും സഹാബത്ത് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇവര് പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല ഇസ്തിഗാസ നടത്തുന്നതിനെ സംബന്ധിച്ച് അമ്പലക്കടവ് പറഞ്ഞിട്ടുള്ള ഫത്വ എന്താണ്? അത് ഏറെ ഹലാലാണ്, മാത്രമല്ല ഏറെ ഫലപ്രദമാണ്. അതായത് ഏതുപോലെ ഒരാൾ അള്ളാഹിനോട് ചോദിക്കുന്നു, മറ്റൊരാള് ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നു. ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ഫലപ്രദമാണ്. ഉദാഹരണം അമ്പലക്കടവ് പറഞ്ഞത് അത് ബെൻസ് വണ്ടിയിൽ പോകുന്നത് പോലെയാണ്. അതേ സ്ഥാനത്ത് അള്ളാഹിനോട് മാത്രം ചോദിച്ചവൻ അവൻ KSRTCയിൽ പോകുന്നവനെ പോലെയാണ്. അത് ചിലപ്പോൾ എത്താം, ചിലപ്പോൾ എത്താതിരിക്കാം. അതേ സ്ഥാനത്ത് മഹാന്മാരോട് ചോദിച്ചാൽ ഏറെ ഫലം. എങ്ങനെയാണ് ഉദാഹരണം പറഞ്ഞത്? മഹാന്മാരോട് ചോദിക്കുന്നത് ബെൻസ് വണ്ടി പോകുന്നത് പോലെയാണ്, അള്ളാഹിനോട് നേരിട്ട് ചോദിക്കുന്നത് KSRTC പോകുന്നത് പോലെയാണ് എന്ന ഉദാഹരണം വരെ അമ്പലക്കടവ് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ഹലാലാണ്, ഇങ്ങനെ ഏറെ ഫലപ്രദമായ ഹലാലാണെന്നുള്ള ഏത് മുജ്തഹിദാണ് പറഞ്ഞത്? അപ്പൊ ഞങ്ങളുടെ പേരിൽ ആരോപിക്കുക, എന്നിട്ട് ആ ആരോപണം അവരുടെ പ്രവർത്തനങ്ങളിൽ അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ് ഇന്ന് ഹുദവിയും കൂട്ടരും ചെയ്യുന്നത്. ഈ ആയത്തിന് ഇങ്ങനെ അർത്ഥം അള്ളാന്റെ റസൂല് പറഞ്ഞോ, സഹാബത്ത് പറഞ്ഞോ, താബീകൾ പറഞ്ഞോ, തബഴ് താബീകൾ പറഞ്ഞോ, പോട്ടെ 4 മുജ്തഹിദുകളായ ഇമാമുകൾ പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. ഇനി മാത്രമല്ല ഈ ഇമാമുകൾ പറയാത്തത് പറഞ്ഞാൽ ഇമാമിനെ തഖ്ലീദ് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇവർ പള്ളി ദർസിൽ പഠിക്കുന്ന തഫ്സീർ ജലാലൈനിയുടെ വ്യാഖ്യാനമായ സ്വാവിയിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ പറയുന്നത്? لا يجوز تقليد معاد المذاهب الأربعة ولو وافق قول الصحابة والحديث الصحيح فالخارج عن المذاهب الأربعة ضال ومضل എന്നിങ്ങനെ പറഞ്ഞിട്ട് റൂബമദ്ദാവു ذلك للكفر لأن الأخذ بظواهر الكتاب والسنة من أصول الكفر. എന്താണ് അതിന്റെ രത്ന ചുരുക്കം എന്നറിയോ? 4 മദ്ഹബിനെ തഖ്ലീദ് ചെയ്യണം. അത് തഖ്ലീദ് ചെയ്യാതെ ഇമാം ഓതാത്ത ആയത്തുകൾ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അത് കുഫിരിയത്തിലേക്ക് എത്തിപ്പെടാം. ലിഅന്നൽ അഖ്ദ ബിളവാഹിരിൽ കിതാബി വസുന്ന മിൻ ഉസൂലിൽ കുഫർ. ഖുർആനിന്റെയും ഹദീസിന്റെയും ലാഹിറായ അർത്ഥം സ്വീകരിക്കുന്നത്
കുഫിരിയത്തിന്റെ ഫൗണ്ടേഷനിൽ പോകുന്ന പരിപാടിയാണ്. അതായത് മുജ്തഹിദുകളായ ഇമാമുകൾ പറയാത്ത ഒരു കാര്യം മുജ്തഹിദായ ഇമാം അല്ലാത്തവർ പറഞ്ഞാൽ കാഫിറാകും എങ്കിൽ വസ്അൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിന എന്ന ആയത്ത് മുജ്തഹിദായ ഇമാമുകൾ പറഞ്ഞിട്ടില്ല, റസൂൽ പറഞ്ഞിട്ടില്ല, സ്വഹാബികൾ പറഞ്ഞിട്ടില്ല, താബികൾ പറഞ്ഞിട്ടില്ല, തബഉ താബികൾ പറഞ്ഞിട്ടില്ല. ഇവരാരും പറയാത്ത സ്ഥിതിക്ക് ഈ ആയത്ത് ഓതിയതിന്റെ പേരിൽ ഹുദവിയും കൂട്ടരും സമസ്ത ഒട്ടാകെ കാഫിറുകളായില്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് തഫ്സീർ സാവിയുടെ ഇബാറത്തിന്റെ വെളിച്ചത്തിൽ. ഇനി മാത്രവുമല്ല, മറ്റൊരു കാര്യം ഹുദവിയുടെ പറഞ്ഞത് എന്തായിരുന്നോ, ഞങ്ങളുടെ ഈ മദ്ഹബ് ഉണ്ടല്ലോ ഇത് 4 ഇമാമുകൾ ക്രോഡീകരിച്ചതാണ്, ഇത് ശരിയാണ് തെറ്റാണ്. അതാണ് ഇപ്പൊ അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞത്. ഞങ്ങൾ ചോദിക്കട്ടെ, ഇമാം ഷാഫിയുടെ മദ്ഹബാണല്ലോ ഇന്ന് സമസ്ത കേരളത്തിൽ സ്വീകരിക്കുന്നത്. എന്നാൽ ഇമാം ഷാഫി ക്രോഡീകരിച്ചതാണ് അവർ ചെയ്യുന്ന മദ്ഹബ്, അവരുടെ കർമ്മങ്ങൾ എന്നാണല്ലോ പറയുന്നത്. ചോദിക്കട്ടെ, ഇമാം ഷാഫിയുടെ മദ്ഹബിൽ അദ്ദേഹം എവിടെയാണ് കത്തപുര കെട്ടാൻ പഠിപ്പിച്ചത്? അദ്ദേഹം എവിടെയാണ് കണ്ണോക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? അദ്ദേഹം എവിടെയാണ് അടിയന്തരം നടത്താൻ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം എവിടെയാണ് മുട്ട ഇറക്കാൻ പറഞ്ഞിട്ടുള്ളത്? മണ്ണാർക്കാട് ബീരാനൗലിയ പാപ്പാന്റെ അമ്പംകുന്നത്തെ ജാറത്ത് പോയാൽ നമുക്ക് ഇപ്പോഴും പച്ചയായിട്ട് കാണാൻ കഴിയും മര്യാദി പരിപാടികള്. അതുപോലെ ഹോമമിടല് എവിടെയാണ് ഇമാം ഷാഫി പഠിപ്പിച്ചിട്ടുള്ളത്? കുണ്ടുതോട് സംവാദത്തിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരും അതുപോലെ എ പി അബ്ദുൽ ഖാദർ മൗലയും 2 പക്ഷത്ത്, മുജാഹിദ് പക്ഷത്ത് എ പി അബ്ദുൽ ഖാദർ മൗലയും, സുന്നി പക്ഷത്ത് ഇ കെ അബൂബക്കർ മുസ്ലിയാരും അവരുടെ കീഴിലുള്ള ആളുകളും അണിനിരന്നുകൊണ്ട് നടത്തിയ സംവാദ വാദപ്രതിവാദ വ്യവസ്ഥയിൽ ഒന്നെന്തായിരുന്നു? ഹോമമിടൽ അനുവദനീയമാണെന്ന് സമസ്തയും അത് പാടില്ല എന്ന് മുജാഹിദുകളും. അല്ലെ, ഈ ഹോമമിടാൻ ഇമാം ഷാഫി എവിടെ പഠിപ്പിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറന്നാൾ നടത്തണമെന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് എവിടെ ഇമാം ഷാഫി പഠിപ്പിച്ചിട്ടുള്ളത്? ഉറൂസ് നടത്തണമെന്ന് ഇമാം ഷാഫി എവിടെ പഠിപ്പിച്ചിട്ടുള്ളത്? ജാറം കെട്ടണമെന്ന് ഇമാം ഷാഫി എവിടെ പഠിപ്പിച്ചിട്ടുള്ളത്? സ്ത്രീകൾ പള്ളിയിൽ നമസ്കരിക്കാൻ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനെ തടയണമെന്ന് ഇമാം ഷാഫി എവിടെ പഠിപ്പിച്ചു? അതുപോലെ തന്നെ നമസ്കാര ശേഷം ഇമാം ഉറക്കെ പ്രാർത്ഥിക്കുകയും മാമും ഉറക്കെ ആമീൻ പറയുകയും ചെയ്യണമെന്ന് എവിടെയാണ് ഇമാം ഷാഫി പഠിപ്പിച്ചിട്ടുള്ളത്? മാത്രമല്ല ശറഉൽ മുഹദ്ദബിൽ നമുക്ക് കാണാൻ കഴിയും, ഖാല ഷാഫി വൽ അസ്ഹാബു യുസ്തഹബു ലിൽ ഇമാമി അൻ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമിഹിൻ. ഇമാം ഷാഫിയും തന്റെ അസ്ഹാബും പഠിപ്പിച്ചിട്ടുള്ള എന്താണ്? ഇമാം സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് എണീറ്റ് പോകണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇദാലം യകുൻ ഖൽഫഹു നിസാഉൻ, അവരുടെ ബാക്കിൽ സ്ത്രീകളില്ലെങ്കിൽ. എന്താ അർത്ഥം? പെണ്ണ് പള്ളിയിലും വരാം എന്നായി, സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഇമാം ഉടനെ അവിടുന്ന് എണീക്കാം എന്നുള്ളതുമാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാലോ ഇവരെന്താ ചെയ്യുന്നത്? അങ്ങനെയാണോ ചെയ്യുന്നത്? ഇവര് പറഞ്ഞ ഷാഫി മദബ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ അവര് മറുപടി പറയൽ എന്താ? മാ ദഹബ ഇലൈഹി ഷാഫി വ സ്വഹാബുഹു എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഇമാം നവവി പറയാൻ ഖാല ഷാഫി വൽ അസ്ഹാബു, ഇമാം ഷാഫിയും തന്റെ അസ്ഹാബും പറഞ്ഞിരിക്കുന്നു ഇമാം ഉടനെ അവിടെ നിന്ന് എണീക്കണം. അപ്പൊ നമസ്കാര ശേഷം ഉറക്ക പ്രാർത്ഥിക്കണം, ഉറക്ക മാമും ആമീം പറയണം. എവിടെയാണ് ഷാഫി ഇമാം ക്രോഡീകരിച്ചിട്ടുള്ളത്? അതുപോലെ കുത്റാത്തീവ് നടത്തണമെന്ന് എവിടെ ഇമാം ഷാഫി ക്രോഡീകരിച്ചിട്ടുള്ളത്? ജാറം മൂടണമെന്ന് എവിടെ ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത്? ജാറത്തിൽ നിലവിളക്ക് വെക്കണമെന്ന് എവിടെ ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത്? അതിൽ നിലവിളക്കിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ബർക്കത്തിന് എടുക്കണമെന്ന് എവിടെ ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത്? ഞാൻ 15ഓളം കാര്യങ്ങൾ. അതുപോലെ തന്നെ ഖബറിന്മേൽ എഴുത്ത്, അതുപോലെ മുഖത്തെഴുത്ത്, ഇതൊക്കെ കാലങ്ങളിൽ നടന്നിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇമാം ഷാഫി ഇതുപോലെ ഒരുപാട് എണ്ണിയാ തീരാത്ത കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സമസ്തന്റെ ആലിമീങ്ങളുടെ അംഗീകാരത്തോടെ നടക്കുന്ന പരിപാടികളുമാണ്. ഇതൊക്കെ എവിടെയാണ് ഇമാം ഷാഫി ക്രോഡീകരിച്ചു വിട്ടിട്ടുള്ളത്? ഞങ്ങൾ ഇമാം ഷാഫി പറഞ്ഞത് അങ്ങനെ പറയാണ്, മൂപ്പര് ക്രോഡീകരിച്ചാണ്, അല്ലെങ്കിൽ മദ്ഹബിലെ മുജ്തഹിദുകളായ ഇമാമുകൾ ക്രോഡീകരിച്ച് പറയണമെന്ന് പറഞ്ഞു. എവിടെയാണ് ഇതുള്ളത്? ഇതെല്ലാം 4 ഇമാമുകൾ അറിയോ? എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കളവ് ഇമാമുകളുടെ പേരിൽ പഠിപ്പിക്കാൻ? പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ? 5ാം നൂറ്റാണ്ടിന് ശേഷം മുജ്തഹിദ് മുത്തലക്ക് ഇല്ല എന്ന് എല്ലാവർക്കും ബോധ്യമായൊരു യാഥാർത്ഥ്യമാണ്. ശരി, 5ാം നൂറ്റാണ്ടിന് ശേഷം ഒരു മുജ്തഹിദ് മുത്തലക്കും വന്നിട്ടില്ല എങ്കിൽ ഏത് മുജ്തഹിദ് മുത്തലക്കാണ് നിങ്ങളെ കത്തപരം കെട്ടാൻ നിങ്ങളെ പഠിപ്പിച്ചത്? ഏത് മുജ്തഹിദ് മുത്തലക്കാണ് കുത്തറാത്തീവ് പഠിപ്പിച്ചിട്ടുള്ളത്? അത് മറുപടി പറയേണ്ടതാണ്. മാത്രമല്ല ഇമാം ഷാഫിയുടെ മദ്ഹബാണല്ലോ സ്വീകരിക്കുന്നത്. ഷാഫി ഇമാം എവിടെയാണ് റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം 25,000 രൂപക്ക് വിറ്റ് കാശാക്കാമെന്ന് എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ഷാഫി ഇമാമ് റസൂലുള്ളാഹിയുടെ മുടിയിട്ട വെള്ളം ഇ കെ സമസ്തന്റെ പണ്ഡിതന്മാർ 25,000 രൂപക്ക് വിറ്റല്ലോ. ഇത് ഇമാം ഷാഫി പഠിപ്പിച്ച ബാബുൽ ബൈഇലെ ഏത് ബാബിലാണ് ഇത് വിടുക? കിതാബുൽ ബൈയിൽ ഏത് ബാബിലാ വിടുക? ഇമാം ഷാഫി അതിന് പറഞ്ഞ തെളിവുകൾ പറയളി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഷാഫി ഇമാം ക്രോഡീകരിച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നത് തനി അസംബന്ധമാണ്, കളവാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിന് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അദ്ദേഹം കളവ് പറഞ്ഞു എന്ന് പറയുന്നത് സങ്കടമുണ്ട്.
ഇപ്പോ അതേപോലെ തന്നെ ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ഹുദവി പറഞ്ഞത് അദ്ദേഹം ഷാഫി മദ്ഹബുകാരനായിരുന്നു. ഇതും തന്നെ ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ഷാഫി മദ്ഹബുകാരനാണ്, ഇമാം ഷാഫിയെ തഖ്ലീദ് ചെയ്താണ് എന്ന് പറയുന്നത് ഇവിടെ ഹുദവി തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവരക്കേട് പറയുകയോ ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാല് ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ അൽ ഇൻസാഫ് എന്ന ഗ്രന്ഥം ഒന്ന് നോക്കുന്നത് നല്ലതാണെന്നാണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ഷാ വലിയുള്ള പറയുന്നത്? അമ്മൽ ബുഖാരി ഫഇന്നഹു വഇൻ കാന മുൻതസബൻ ഇല ഷാഫി. അപ്പോൾ ബുഖാരി ഷാഫി മദ്ഹബിലേക്ക് ചേർക്കപ്പെടാറുണ്ടെങ്കിലും മുവാഫിഖൻ ലഹു ഫീ കസീരിൻ മിനൽ ഫിഖ്, ഇമാം ഷാഫിയോട് കർമ്മശാസ്ത്രപരമായ മസായിലുകളിൽ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം യോജിക്കാറുണ്ട്. പക്ഷേ ഫഖദ് ഖാലഫഹു, ഉറപ്പായും അദ്ദേഹം എതിരായിട്ടുണ്ട് ഇമാം ഷാഫിയോട്. ഐലൻ, യോജിച്ചതുപോലെ തന്നെ ഫീ കസീർ, ഒരുപാട് കാര്യങ്ങളിൽ എതിരാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇമാം ഷാഫിയെ ഇമാം ബുഖാരി തഖ്ലീദ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വലിദാലിക ലാ യുഅ്തദു മാ തഫറദ ബിഹി മിൻ മദ്ഹബി ഷാഫി. ഇമാം ബുഖാരി ഒരു അഭിപ്രായം പറഞ്ഞു, ഷാഫി മദ്ഹബിന് എതിരുള്ള അഭിപ്രായമാണ് പറഞ്ഞതെങ്കിൽ അത് ഷാഫി മദ്ഹബിൽ കൂട്ടൂല. കാരണം ഇമാം ഷാഫിയെ തഖ്ലീദ് ചെയ്തിട്ടില്ല ഇമാം ബുഖാരി എന്ന് പച്ചയായിട്ട് ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ അൽ ഇൻസാഫിൽ ഇത് കാണാൻ കഴിയും. അപ്പൊ ഇമാം ബുഖാരി ഷാഫി മദ്ഹബാണ്. ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ഹുദവി പറഞ്ഞെന്താ? ബുഖാരി ഹദീസ് ഇങ്ങനെ ക്രോഡീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസിനൊക്കെ ഷാഫി ഇമാം പറഞ്ഞത് എന്താണോ അതാ ഞാൻ പറയുള്ളൂ, അത് ഷാഫി ഇമാം പറഞ്ഞതൊക്കെ ഞാൻ പറയുള്ളൂ, ഇമാം ബുഖാരി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എന്ന് ബുഖാരി ഇമാമിന്റെ പേരിൽ ഹുദവി പറഞ്ഞത് തനി അസംബന്ധമാണ്, കളവാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവരക്കുറവ് കൊണ്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇമാം ഷാഫിക്ക് 10 ലക്ഷം ഹദീസ് കിട്ടിയിട്ടുണ്ട്, അഹ്മദ് ബിൻ ഹംബലിന് 7 ലക്ഷം ഹദീസുമാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് ലോകത്താകപ്പാടുള്ളത് 40,000 ഹദീസേ നിലവിലുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കുക, ബുഖാരിയിലുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക, മുസ്ലിമിലുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക എന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ആശയം എന്താണ്? ഇമാം ഷാഫി പറഞ്ഞത് കേട്ടാ മതി എന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഷാഫി ഇമാം പറഞ്ഞത് കേട്ടാ മതിയെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കത്തപ്പര കെട്ടലും കുത്തറാത്തീബും അതൊക്കെ ഷാഫി ഇമാം പറഞ്ഞു എന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട്. അത് ഇന്ന് വരെ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ പിന്നെ ഷാഫി ഇമാം പറഞ്ഞത് കേൾക്കണം എന്ന് വെറുതെ പറയുക എന്ന പുകമറ സൃഷ്ടിക്കുക എന്നല്ലാതെ ഷാഫി ഇമാം പറയുന്നത് കേൾക്കുന്ന പരിപാടി ഇവർക്കില്ലതാനും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ വളരെ കൃത്യമായി എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ്. യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാതെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്? ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യണം. അതിനെന്താണ് കാരണം? എന്താ? ഹദീസ് പോയിട്ടുണ്ട്, ഹദീസ് ഇനി ഇല്ല, ഖുർആൻ മാത്രമേ ഉള്ളൂ. ഹദീസ് ഇമാം ബുഖാരിക്ക് 10 ലക്ഷം ഹദീസ് മനപ്പാടുണ്ടായിരുന്നു, അഹ്മദ് ബിൻ ഹംബലിന് 7 ലക്ഷം ഉണ്ടായിരുന്നു, ഇന്ന് വെറും 40,000 ഉള്ളൂ. ഈ പറച്ചിലുണ്ടല്ലോ, ഇത് ഹുദവി പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം പരിശുദ്ധ ഖുർആനിനെതിരെ പുറംതിരിഞ്ഞുകൊണ്ടുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം അദ്ദേഹം ഇവിടെ ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറയാൻ വേണ്ടി ഒരു ആയത്ത് ഓതി വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. എന്തായിരുന്നു അദ്ദേഹം ഓതിയത്? യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അങ്ങനെ ഉലുൽ അംർ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അത് പണ്ഡിതന്മാരാണ് ഉലുൽ അംർ. ഉലുൽ അംറിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാരി എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. എന്തോ ആവട്ടെ, ആ ആയത്തുണ്ടല്ലോ, ഹുദവി ഓതിയ ആ ആയത്തിന്റെ തൊട്ട് പിന്നിലേക്ക് ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഭാഗം അദ്ദേഹം മനഃപൂർവ്വം വെട്ടിമാറ്റുകയോ അതല്ല എങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പറയുകയോ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ തൊട്ട് പിന്നിൽ പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല എന്ന ഈ ആയത്ത് അതിലെന്താ പറയുന്നത്? ഫഇൻ തനാസഅതും, അപ്പോൾ നിങ്ങൾ എതിരായി കഴിഞ്ഞാൽ, ഫീ ഷൈഇൻ, വല്ല വസ്തുവിലും നിങ്ങൾ എതിരായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അതിനെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞത്.
പറഞ്ഞത്. അപ്പൊ അള്ളാഹുലേക്കും ഹദീസിലേക്കും അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ കൽപ്പന അന്ത്യനാൾ വരെ നിലനിൽക്കൂല എന്നാണോ ഹുദവിയുടെ വാദം? ഹിജ്റ 500 ഈ ആയത്തിന്റെ ഗ്യാരണ്ടി കഴിഞ്ഞു എന്നാണോ ഹുദവി പറയുന്നത്? പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നുള്ള വിശ്വാസം ഇല്ല എന്നാണോ ദാറുൽ ഹുദയിൽ പഠിപ്പിക്കുന്നത്? അവിടെ ഭാഷകൾ പലതും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഉസൂലിനെ സംബന്ധിച്ച് യാതൊരു ബോധവും ഇല്ലേ എന്ന് സംശയിച്ചു പോവുകയാണ്. ഖുർആനിൽ അല്ലാഹ് പറയാണ്, നിങ്ങൾക്കിടയിൽ വല്ല തർക്കവും ഉണ്ടായാൽ നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക. ഹദീസിലേക്ക് മടങ്ങാൻ നോക്കുമ്പോൾ ഖുർആൻ ഇവിടെ ഉണ്ട്, ഹദീസിലേക്ക് മടങ്ങാൻ നോക്കുമ്പോൾ ഹുദബി പറയുന്നു 40,000 ഹദീസേ ഉള്ളൂ, ബാക്കിയുള്ള ഹദീസുകളൊക്കെ പോയി ഷാഫി ഇമാമിന് 10 ലക്ഷം, അഹ്മദ് ബിൻ ഹംബലിന് 7 ലക്ഷം. അപ്പോൾ ബാക്കിയുള്ള ലക്ഷക്കണക്കായ ഹദീസുകൾ പോയി, അതുകൊണ്ട് ഇനി നമ്മൾ ഹദീസിക്ക് തിരിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഹുദബി പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ ഈ ആയത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹ് പറയുന്നു, നിങ്ങൾക്ക് എന്ന് തർക്കമുണ്ടായാലും അള്ളാന്റെ ഖുർആൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും, പ്രവാചകന്റെ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും എന്ന് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ ഞങ്ങൾ എന്താണ് സ്വീകരിക്കേണ്ടത്? അള്ളാന്റെ വാക്ക് സ്വീകരിക്കണോ, അതല്ല ഹുദവിയുടെ ഈ യാതൊരുവിധ പ്രമാണങ്ങളെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാത്ത 1ാം ക്ലാസ്സുകാരുടെ ഭാഷയിലുള്ള ഈ സംസാരം സ്വീകരിക്കണമോ എന്നാണ് എന്റെ സഹോദരങ്ങളോട് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇമാമുകൾ പറഞ്ഞ് മാത്രം കേട്ടാൽ മതി, ഹദീസും ആയത്തൊന്നും സ്വീകരിക്കണ്ട, ഞങ്ങളൊക്കെ ഇമാമുകൾ പറഞ്ഞത് മാത്രമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിനാ നമ്മൾ ചോദിച്ചത്, എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കത്തപ്പുരയും ജാറും അതുപോലെയുള്ള പരിപാടികളൊക്കെ, ജാറം മൂടൽ ഇജാദിയൊക്കെ ഏത് ഇമാമി എവിടെ പറഞ്ഞു, ഏതായത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ എവിടെ അവർ ക്രോഡീകരിച്ചു തന്നു എന്ന് ചോദ്യത്തിന് ഇന്ന് വരെ ഒരു കാലത്തും ഒരു ഹുദവിമാരും മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, കത്തപ്പുര കെട്ടൽ എവിടെയാണ് ഇമാം ഷാഫി ക്രോഡീകരിച്ചത്? ജാറം കെട്ടലും ജാറം മൂടലും ഷാഫി ഇമാം എവിടെ ക്രോഡീകരിച്ച് പറഞ്ഞു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ സഹോദരങ്ങളെ, ഇവർ സ്വന്തമായി ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ഹുദവി പോലെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലവാരമുള്ള ഒരു സ്ഥാപനമാണെന്നായിരുന്നു എല്ലാവരും മുമ്പൊക്കെ പറഞ്ഞിരുന്നത്. അതിന്റെ ആ ഒരു മഹത്വം കളങ്കപ്പെടുത്തുന്ന സംസാരമാണ് ഹുദവിമാരിൽ നിന്ന് പുറത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഷാഫി മദ്ഹബിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇത് ഷാഫി മദ്ഹബ് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ മദ്ഹബിലുള്ളത് മാത്രം ഞങ്ങൾ ചെയ്യാണ്, അത് ക്രോഡീകരിച്ച് എങ്ങനെ ചെയ്യാണ്, ഇതാണ് ഞങ്ങളുടെ അഖീദ. ഷാഫി മദ്ഹബ് ഇങ്ങനെ വിവരിച്ചിട്ട് പറയാണ്, ഈ മദ്ഹബാണ് ഞങ്ങളുടെ അഖീദ. ഹുദവിയോടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദഅവ ചെയ്തിട്ട് നിങ്ങൾ അഖീദയെക്കുറിച്ച് നിങ്ങൾ ഒരക്ഷരം പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അഖീദ വിശ്വാസകാര്യം, ഇമാം ഷാഫിയുടെ കർമ്മപരമായി ഇമാം ഷാഫിയുടെ മദ്ഹബല്ലേ കൂട്ടരെ, വിശ്വാസപരമായി അശ്ശരി ത്വരീഖത്താണെന്നല്ലേ പറയാറുള്ളത്. ഈ മദ്ഹബുകളെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഇതാണ് ഞങ്ങളുടെ അഖീദ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് നമുക്ക് പറയാൻ പറ്റുക? നമ്മുടെ കാരണന്മാര് പറയാറുള്ളത് പോലെ ഒരുത്തം പറഞ്ഞത്രേ, എന്താണ്, അഞ്ജനമെന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. ഈ രൂപത്തിലാണ് അഖീദയെ സംബന്ധിച്ച് ഇവർക്കുള്ള ധാരണ. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹുദവിയാട്ടെ, ഇത് കേൾക്കുന്ന ആരാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, മുജാഹിദുകളായ ഞങ്ങൾ അശ്ശരി ത്വരീഖത്ത് സ്വീകരിച്ചിട്ടില്ല. അഖീദപരമായിട്ട് ഞങ്ങൾ മുജാഹിദുകൾ സലഫി ത്വരീഖത്താണ്, സലഫി മൻഹജാണ് വിശ്വാസ കാര്യങ്ങളിൽ സ്വീകരിക്കുന്നതെന്നാണല്ലോ. അപ്പൊ ഞങ്ങൾ അശ്ശരി ത്വരീഖത്ത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ പുത്തംവാദികളല്ലേ? എല്ലാ ഹുദവികളോടും, എല്ലാ സഖാഫികളോടും, എല്ലാ ഫൈസിമാരോടും, എല്ലാ ബാക്കവിമാരോടും, എല്ലാ ദാരിമിമാരോടും, എല്ലാ അഹ്സനിമാരോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്നല്ലോ, ഇമാം അശ്ശരിയുടെ കിതാബിൽ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ത്വരീഖത്ത്, നിങ്ങളുടെ അഖീദ. എന്നാൽ ഇമാം അശ്ശരിയുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങളിൽ മുജാഹിദുകളുടെ ആദർശത്തിന് എതിരായി ഒരു ഹർഫെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ? അതേപോലെ തന്നെ ഞങ്ങൾക്ക് എതിരും നിങ്ങൾക്ക് അനുകൂലം, നമ്മളുടെയും നിങ്ങളുടെയും ഇടയിൽ, മുജാഹിദിന്റെയും അതുപോലെ തന്നെ കേരളത്തിലെ സമസ്തക്കാരുടെയും വിശ്വാസ മേഖലയിൽ എതിരായി നിൽക്കുന്ന കാര്യങ്ങൾ, ആ എതിരായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി ഇമാം അശ്ശരി പറഞ്ഞ ഒരു ഹർഫ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് എതിരായിട്ടുമുള്ള, നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എതിരും നിങ്ങൾക്ക് അനുകൂലവുമായി ഇമാം അശ്ശരി പറഞ്ഞ ഒരു ഹർഫ് വായിക്കാൻ പറ്റുമോ? എന്നാൽ ഇമാം അശ്ശരിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എതിരായി അദ്ദേഹം പറഞ്ഞ ഡസൻ കണക്കിന് ഉദ്ധരണികൾ ഞങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റും. അല്ലാതെ അതിന്റെ സന്ദർഭത്തിൽ നമ്മൾ വിവരിക്കും. ഇപ്പൊ സമയദൈർഘ്യം ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഈ കാര്യങ്ങൾ ചോദിക്കാനുള്ള ആളുകൾക്ക് നമ്മുടെ ദുബൈയിലെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഓണറായ അബു ഇസാനുമായി ബന്ധപ്പെടാം. അവർക്ക് അതിന്റെ എല്ലാ രേഖകളും ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അഖീദയെ സംബന്ധിച്ച് ഹുദവി
കാമ എന്നൊരക്ഷരം പഠിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം പറയാണ് ഷാഫി മദ്ഹബ് ഇങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ ക്രോഡീകരിച്ച് ഈ ക്രോഡീകരിച്ച അനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്, ഇതാണ് ഞങ്ങളുടെ അഖീദ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പഠിച്ച സ്ഥാപനത്തിലുമുള്ള മുഴുവനും മതിപ്പ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് ഇമാം ഷാഫി ക്രോഡീകരിച്ചെന്ന ഇതുണ്ടല്ലോ, ഇതിൽ തെറ്റില്ല, ഇതിനൊരു കുഴപ്പവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലിപ്പോ അദ്ദേഹം കുഴപ്പമില്ല, ഇതാണ് ഞങ്ങളുടെ അഖീദ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിലൊരു കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമുണ്ടോ അല്ലേ എന്ന് മനസ്സിലായല്ലോ. അതായത് മദ്ഹബ് പറഞ്ഞിട്ട് പറ, ഫിഖ് പറഞ്ഞിട്ട് പറ ഇത് ഞങ്ങളുടെ അഖീദയാണ്. ഫിഖും അഖീദയും ഏതാണെന്ന് വേർതിരിക്കാൻ പോലുമുള്ള ഒരു അറിവും ഒരു പരിശീലനവും ചെമ്മാട് ദാറുൽ ഹുദയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ വെറും ഭാഷ പഠിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടി, അഭിനയിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കലാലയം എന്നല്ലാതെ എന്താണ് പറയാൻ പറ്റുക? ഒന്നാമതായി ഞാൻ പറയട്ടെ, ഇതിൽ പറഞ്ഞ എന്താണ് അദ്ദേഹം ഈ മദ്ഹബിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ അഖീദ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഒന്നാമത്തെ കുഴപ്പം. നിങ്ങളുടെ അഖീദ അശ്വരി ത്വരീഖത്താണ് എന്നും കൂടെ എന്റെ ഹുദവി സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ്. രണ്ടാമതായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇമാമുകൾ ക്രോഡീകരിച്ചതാണ് നിങ്ങളുടെ കർമ്മപരമായ കാര്യമെന്നാണല്ലോ പറഞ്ഞത്. എങ്കിൽ ആ ഇമാമുകൾ ക്രോഡീകരിച്ചതിൽ എവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 17ഓളം കാര്യങ്ങൾ എണ്ണി പറഞ്ഞല്ലോ, എവിടെയാണ് ആ ക്രോഡീകരിച്ചതിൽ എവിടെയാണ് അതുള്ളത്? ഞാൻ ഒന്നും കൂടെ കൃത്യമായിട്ട് പറയാം. എന്താണ് നിങ്ങൾ വസൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുൽനാ എന്നതിന് നിങ്ങൾ പറഞ്ഞ അർത്ഥം, കഴിഞ്ഞുപോയ ഏത് മഹാനാണ് ആ അർത്ഥം പറഞ്ഞിരിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രോഡീകരിച്ച് തന്ന മദ്ഹബിൽ എവിടെയാ കത്തപ്പരുള്ളത്, എവിടെയാ കണ്ണോക്കുള്ളത്, എവിടെയാ അടിയന്തരമുള്ളത്, എവിടെ മുട്ടറുക്കലുള്ളത്, എവിടെ ഹോമടലുള്ളത്, എവിടെ നബിന്റെ പിറന്നാൾ ആഘോഷിക്കല്, എവിടെയാണ് ഉറൂസ് ഉള്ളത്, എവിടെ ജാറം കെട്ടലുള്ളത്, എവിടെ പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയുന്നത്, എവിടെയാണ് നമസ്കാര ശേഷം ഇമാം ഉറക്ക പ്രാർത്ഥിക്കണം, മാമൂം ഉറക്ക ആമയം പറയണം എന്ന് എവിടെയുള്ളത്, കുത്തറാത്തീവ് എവിടെ, ജാറം മൂടൽ എവിടെ, ജാറത്തിൽ നിലവിളക്ക് കത്തിക്കൽ എവിടെ, നിലവിളക്കളെ എണ്ണയിൽ നിന്ന് ബർക്കത്തെടുക്കൽ എവിടെ, കബർമേൽ എഴുതൽ എവിടെ, മുഖത്തെഴുത്ത് എവിടെ, എവിടെ നിങ്ങൾ പറയണം? ഈ ഇമാമുകൾ ക്രോഡീകരിച്ചതാണ് നിങ്ങളെ കയ്യിലുള്ള ദീന്, അതുകൊണ്ട് അതിൽ ഒരു തെറ്റും പറ്റൂല, ഒരു കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ എവിടെയാ? അതുപോലെ തന്നെ ഇസ്തിഹാസക്ക് ആയത്ത് തെളിവായി നിങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. ഒരൊറ്റ ആയത്തെങ്കിലും അള്ളാന്റെ ഭൂമിയിൽ മൂക്ക് കീപ്പട്ടായ ഒരൊറ്റ മുജ്തഹിദെങ്കിലും ഉദ്ധരിച്ചു ഇസ്തിഹാസക്ക് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ലാത്ത ആയത്തുകൾ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരിക. പിന്നെന്താ പറഞ്ഞത്? ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യണം, ഒരു മുജ്തഹിദായ ഇമാമിനെ തഖ്ലീദ് ചെയ്യണം, അതിന് തെളിവുണ്ട് എന്നാ മൂപ്പര് പറഞ്ഞത്. എന്താ അതിന് തെളിവ്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് നിർത്തി മൂപ്പര്. അപ്പുറം ഓതിക്കുകയാണെങ്കിൽ മൂപ്പര് നേരത്തെ പറഞ്ഞ വാദം പൊളിയും. എന്താ? സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്താ. ഈ ആയത്തിൽ മൂപ്പര് പറയാം ഉലുൽ അംറി എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉലുൽ അംറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആലിമീങ്ങളാണ് എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതിന് ആർക്കും തർക്കമില്ല. ആലിമീങ്ങൾ എന്നതിന് അർത്ഥം പറയാം, അതുപോലെ പല അർത്ഥങ്ങളും ഇതിന് പറയാനൊന്നും മുടക്കില്ല. എന്നാൽ ഞാൻ ഈ യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും എന്ന ആയത്തിലെ ഉലുൽ അംറിന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നാണ് മൂപ്പര് പറയുന്നത്. ഇബ്നു അബ്ബാസ് പറഞ്ഞ അർത്ഥം എന്നാണ് പറയുന്നത്. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് മഹാനാണ് എന്നൊക്കെ പറഞ്ഞു. അതിനൊന്നും ഒരു മുടക്കമില്ല, അങ്ങനെ തന്നെയാണ്. എന്നാ ഞാൻ പറയുന്ന കേൾക്കാം. എന്താ പറഞ്ഞതോ? ഇമാം ഖുർത്തുബി ഈ ആയത്തിന്റെ 159-ാം ആയത്തിന്റെ സൂറത്ത് നിസായിലെ 59-ാം ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി പറയുന്നത് എന്താണെന്നോ? അദ്ദേഹം പറയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് താഅത്തുൽ ഉമറാ. കണ്ടോ? ബി താഅത്തുൽ ഉമറാ, ഈ ഭരണാധികാരികളെ അനുസരിക്കണമെന്നാണ് ഈ ഉലുൽ അംർ കൊണ്ടുള്ള ഉദ്ദേശം. അലാ ഖൗലിൽ ജുംഹൂരി, ഭൂരിഭാഗ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അതാണ്. എവിടെയാണ് ഈ ഹുദവി കിതാബ് ഓതിയിട്ടുള്ളത്? ഏത് ദാറുൽ ഹുദ, ചെമ്മാട്ടത്തെ ദാറുൽ ഹുദയില് കിതാബുകളൊന്നും ഇല്ലേ? അവർക്ക് മുത്താല ചെയ്യാൻ കിതാബൊന്നും അവിടെ നമ്മുടെ കൂരിയാട്ടുകാരൻ മുസ്ലിയാർ കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ലേ? കൃത്യമായി പറയാം. ഇമാം ഖുർത്തുബി പറയാണ് ഇവിടെ ഉലുൽ അംറി എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവരല്ലാത്തവരും പറയുന്നു ഭരണാധികാരികളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ അനവധി പണ്ഡിതന്മാർ ഇത് പറയുന്നു. ഇമാം ഖുർത്തുബി പറയുന്നു അല്ലാഹു തആല ഒന്നാമതായി അള്ളാഹ്ക്ക് അനുസരിക്കണം എന്ന് പറഞ്ഞു, പിന്നെ റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞു. സുമ്മ ബി താഅത്തിൽ ഉമറാ, പിന്നെ ഭരണാധികാരികളെ
ഭരണാധികാരികൾ അനുസരിക്കണം എന്ന് പറഞ്ഞു. സാലിസൻ, മൂന്നാം പ്രാവശ്യം. അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് അലാ ഖൗലിൽ ജുംഹൂരി, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വാദപ്രകാരം, അബൂ ഹുറൈറയുടെയും വാദപ്രകാരം, ഇബ്നു അബ്ബാസിന്റെയും വാദപ്രകാരം. ഇവിടത്തെ ഉലുൽ അംർ ഇബ്നു അബ്ബാസ് പറയുന്നു പണ്ഡിതന്മാരാണ്. പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ഒരു ഗൂഢശ്രമം നടത്താൻ ഈ ഹുദവിമാർ എന്തെങ്കിലും കാരണത്താൽ വല്ല പ്ലാനും വിട്ടിരിക്കുന്നോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത് ഇവിടെ ഭരണാധികാരിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാ ഇത് എന്താണ് മുജ്തഹിദുകളായ ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യണം എന്നുള്ളതിന് തെളിവാണ് എന്ന് മൂപ്പര് ഉദ്ധരിക്കാൻ. ഉലുൽ അംർ കൊണ്ട് പണ്ഡിതന്മാരെ ഉദ്ദേശിക്കാം. പക്ഷെ ഇവിടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും പറയുന്നത് ആരാണ്? ഇത് ഭരണാധികാരി അനുസരിക്കണമെന്ന. ഇനി പോട്ടെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ ഹുദവിമാരും ഉസൂലുൽ ഫിഖ് പഠിച്ചിട്ടില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇനി അങ്ങനെ ഇബ്നു അബ്ബാസ് ഇതൊന്നും പറയാതെ അവിടെ പറഞ്ഞു നിൽക്കുക, ഖുർത്തുബിയിൽ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇബ്നു അബ്ബാസ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഇസ്ലാമിന് രേഖയായി സ്വീകരിക്കാൻ പറ്റുമോ കൂട്ടരെ? ഖൗലു സ്വഹാബി ലൈസ ബി ഹുജ്ജത്തിൻ എന്ന ഇസ്ലാമിന്റെ ഉസൂലുൽ ഫിഖ്ഹിലുള്ള പരാമർശം ഇവർ പഠിച്ചിട്ടില്ലേ? എന്താണ്? ഒരു സ്വഹാബിയുടെ വാക്ക് ഇസ്ലാമിന്റെ രേഖയായി സ്വീകരിക്കാൻ പാടില്ല എന്നാരാ പറയുന്നത്? പള്ളി ദർസിൽ കിതാബ് ഓതി പഠിപ്പിക്കാറുണ്ട്. ദാറുൽ ഹുദയിലും ഇത് പഠിക്കലില്ലേ? എനിക്ക് ഇവരെ സംസാരം കേൾക്കുമ്പോൾ ദാറുൽ ഹുദ വെറും ഭാഷാ കലാലയം മാത്രമാണ്. ഇസ്ലാമിന്റെ ദീനിന്റെ ശരീഅത്തിന്റെ ഉസൂലും അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളും അവിടെ കുട്ടികൾക്ക് വേണ്ടതുപോലെ പഠിപ്പിച്ചാൽ അവർ മുജാഹിദാകുമെന്നുള്ള ഭയം കൊണ്ടാണോ അവർ പഠിപ്പിക്കാതെ പോയത്? അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. കാരണം എന്താണ്? ഇബ്നു അബ്ബാസിന്റെ പേരിൽ എന്തോന്ന് കേട്ട് അതിങ്ങോട്ടെടുത്ത് ചാടിക്കളിക്കാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭരണാധികാരിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ആർക്കും തർക്കമില്ല. അങ്ങനെ പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു തെറ്റും പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്അ വിവാഹത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? അനുവദനീയമാണെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീടാണ് മറ്റ് സഹാബാക്കളെ ഇടപെട്ടിട്ടാണ് അദ്ദേഹം ആ ഫത്വയിൽ നിന്ന് മാറിയത്. മാത്രമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ ഫതുഹുൽ ബാരിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇബ്നു അബ്ദുൽ ബർ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായമായിരുന്നു. മക്കായിലെയും അതുപോലെ തന്നെ യമനിലെയും ആളുകൾ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ ബർ പറയാ, എന്താ പറയുന്നത്? അസ്ഹാബ് ഇബ്നു അബ്ബാസ് ബിൻ അഹ്ലി മക്ക വൽ യമൻ അലാ ഇബാഹത്തിഹാ, മുത്അ വിവാഹം ഹലാലാണെന്നാണ് ഇബ്നു അബ്ബാസിന്റെ അസ്ഹാബ് പറഞ്ഞിരിക്കുന്നത്. അവർ കാരണം എന്താ? ഇബ്നു അബ്ബാസിന് അങ്ങനെ ഫത്വ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം മടങ്ങി എന്ന് ഇബ്നു ഹജറുൽ അസ്കലാനി പറയുന്നു. ആ മടങ്ങി എന്നുള്ള റിപ്പോർട്ട് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിക്കുന്നു. എന്തായിരുന്നാലും അബദ്ധം ആരിലും സംഭവിക്കാം. പക്ഷെ ഇബ്നു അബ്ബാസിന് ഇവിടെ അബദ്ധം പറ്റിയിട്ടില്ല. ഇവിടെ ഖുർത്തുബി കൃത്യമായിട്ട് പറയുകയാണ് അമറ ബി ത്വാഅത്തിൽ ഉമറായി അലാ ഖൗലിൽ ജുംഹൂരി വ അബീ ഹുറൈറ വ ഇബ്നു അബ്ബാസിൻ വ ഗൈരിഹിം എന്നുള്ളത്. അപ്പൊ വളരെ കൃത്യമാണ്. ഉലുൽ അംർ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭരണാധികാരിയാണ്, ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യണം എന്നുള്ള അല്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ടല്ലോ. ബുഖാരിയിൽ കാണാം ബാബു അത്തിയുല്ലാഹ വാത്തിയുർ റസൂല, അത്തിയുല്ലാഹ വാത്തിയുർ റസൂല എന്ന ആ വിഷയത്തെ പറയുന്ന അധ്യായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്താണ് അത്തിയുല്ലാഹ വാത്തിയുർ റസൂല? അത്തിയുല്ലാഹ വാത്തിയുർ റസൂല എന്ന് പറഞ്ഞാൽ ഖാല നസലത് ഫി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ഹുദാഫത്ത് ബിൻ ഖൈസ് ബിൻ അദി ഇത് ബഅസഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സരിയത്തിൻ. ശരിക്കും മനസ്സിലായിക്കോളി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീനാണ്. ഈ ഖുർആൻ ആയത്തിന്റെ വ്യാഖ്യാനം ഇവരക്കാണ് അറിയുന്ന ആളാണ്. ഇബ്നു അബ്ബാസ് പറയാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് ഒരു യാത്രാ സംഘത്തിന്റെ നേതാവായി നിയോഗിച്ച അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് ബിൻ ഖൈസിന്റെ കാര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹവും കൂട്ടുകാരും തമ്മിൽ പ്രശ്നമായി. അവസാനം അദ്ദേഹം വിറക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വിറക് കൊണ്ടുവന്നു, അതിൽ തീ ഇടാൻ പറഞ്ഞു. അങ്ങനെ തീ ആളി കത്തി. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോട് തീയിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾ തീയിലേക്ക് ചാടാനല്ല മുസ്ലിം ആയിട്ടുള്ളത്, തീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുസ്ലിം ആയിട്ടുള്ളത് പറഞ്ഞ ആളുകൾ ചാടിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്ന് ഈ കേസ് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറയാണ് നിങ്ങൾ അന്ന് തീയിൽ ചാടിയിരുന്നെങ്കിൽ നിങ്ങൾ ആ തീയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ? ഇവിടെ ഒരു നേതാവിനെ അമീറിനെ അനുസരിക്കണം എന്നുള്ളതിന്റെ രേഖയാണ് എന്ന് ഇബ്നു അബ്ബാസ്
അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഖുർത്തുബി പറയുമ്പോ ബുഖാരി പറയുന്നു ഇത് പണ്ഡിതന്മാരനുസരിക്കണം എന്നുള്ളിടത്ത് അല്ല ഇവിടെ പരാമർശിക്കുന്നത് ഒരു നേതാവിനനുസരിക്കുക എന്നുള്ളതാണ്. ഇനി മാത്രമല്ല ഫതുഹുൽ ബാരിയിൽ നമുക്ക് കാണാം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹുമുൽ ഉമറാ ഉലുൽ അംറി എന്ന് പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറ ഹുമുൽ ഉമറാ അവർ ഭരണാധികാരികളാണ്. ഇപ്പൊ ഈ ഹുദവി പറഞ്ഞ പോലെ ഞാൻ അബൂ ഹുറൈറനെ കുറിച്ചാണ് പറയുകയാണെങ്കിലോ അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം സുഫത്തിന്റെ അഹ്ലുകാരായ വിദ്യാർത്ഥികളിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം അവിടുത്തെ നേതാവാണ്, ഏറ്റവും വലിയ വിദ്യാർത്ഥിയാണ്, ഏറ്റവും ഹദീസ് ഹിഫ്ളുള്ള ആളാണ്, ആയിരക്കണക്കായ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹം പറഞ്ഞ സ്വീകരിക്കണം. അങ്ങനെയല്ല പറയേണ്ടത്. അങ്ങനെയല്ല പറയേണ്ടത്. എന്താണ്? ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് 100% യോജിച്ച നിലപാട് ഈ സഹാബിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്നാ പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഹാഫിദുദ് ദുനിയ പറയാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു ഹുമുൽ ഉമറാവു അത് ഭരണാധികാരികളാണ്. അഖ്റജു ത്വബരിയും അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ അദ്ദേഹം പറയാ? കാല മൈമൂൻ ഇബ്നു മഹ്റാൻ പറഞ്ഞിരിക്കുന്നു റജ്ജഹ ഷാഫി അൽ അവ്വല ഒന്നാം അഭിപ്രായത്തെ ഇമാം ഷാഫി മുൻതൂക്കമാക്കിയിരിക്കുന്നു, അതാണ് പരിഗണിച്ചിരിക്കുന്നത്. എന്ത്? ഇവിടെ പണ്ഡിതന്മാരാണ് ഉലുൽ അംർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് എന്ന വാദം അല്ല ശരി, ഇവിടെ ഭരണാധികാരി എന്നാണ് ശരി എന്ന് ഇമാം ഷാഫി പറഞ്ഞു. ഞങ്ങളുടെ മദ്ഹബ് ഇമാം ഷാഫി ക്രോഡീകരിച്ചതാണ് എന്ന് ഈ കുട്ടികൾ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഷാഫി ഇമാം തർജീഹ് ആക്കിയതിന് എതിര് പറയുകയും ചെയ്യുന്നു. എന്ത് മദ്ഹബാണോ ഇവരുടെ കയ്യിലുള്ള മദ്ഹബ്? മാത്രമല്ല വഹ്തജലഹു ഈ മഹാനായ ഹാഫിദുദ് ദുനിയ പറയാം വഹ്തജലഹു ബിഅന്ന ഖുറൈശൻ കാനു ലാ യഅരിഫൂനൽ ഇമാറ. എന്താ പറയുന്നത്? മൈമൂൻ ഇബ്നു മഹ്റാൻ ഇമാം ഷാഫി ഉദ്ധരിച്ച് പറയാണ്, ഷാഫി ഇമാം പറഞ്ഞത് ഭരണാധികാരികൾ എന്നാണ് ഉലുൽ അംർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഇമാം ഷാഫി തെളിവും പറയുന്നുണ്ട്. എന്ത്? ഖുറൈശികൾക്ക് ഇമാറത്തിനെ കുറിച്ച് പരിചയമില്ല, അതുകൊണ്ട് അവരെ ധരിപ്പിച്ചതാണത്. വൽ ഇൻഖിയാദ് എന്താ പറയാ വൽ ഇൻഖിയാദു ഇലാ അമീരിൻ അതുപോലെ അമീറിലേക്ക് അനുസരിക്കുക എന്നുള്ള കീയൊതുങ്ങുക എന്നുള്ളതും അവർക്ക് പരിചയമില്ലാതെ വന്നപ്പോ അപ്പോൾ അവരോട് കൽപ്പിക്കപ്പെട്ടു അവരുടെ കാര്യം ഏറ്റെടുക്കുന്ന ഭരണാധികാരിയെ അനുസരിക്കണമെന്ന് അവരോട് കൽപ്പിക്കപ്പെട്ടു. വലിദാലിക ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാ അമീരി ഫഖദ് അതാനി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നെ അനുസരിച്ചവൻ എന്റെ അമീറിനെ അനുസരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ വളരെ കൃത്യമാണ് മൻ അതാ അമീരി ഫഖദ് അതാനി, എന്നെ അനുസരിച്ചവൻ എന്റെ അമീറിനെ അനുസരിച്ചു. അതൊക്കെ ഈ അത്തിയുല്ലാഹ് അത്തിയുർ റസൂല എന്ന് ഈ ഉദവി ഓതിയ ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് ഇമാം ബുഖാരി പറയുന്നത്. ഇനി ഇമാം തബരി പറയാ ഔലൽ അഖ്വാലി ബിസ്സവാബ്. ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും സത്യത്തോട് യോജിച്ച അഭിപ്രായം എന്താ? ഖൗലുമൻ ഖാല ഹുമുൽ ഉമറാഉ വൽ വുലാദ്. ഭരണാധികാരികളാണ് ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞതാണ് സത്യം. മാത്രമല്ല ഈ ഹുദവികളൊക്കെ ഓതി പഠിക്കുന്നതാണല്ലോ തഫ്സീർ ജലാലൈനി. ആ തഫ്സീർ ജലാലൈനിയിൽ ഇവർ പഠിച്ചത് എന്താ? ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ അയിൽ വുലാത്ത് ഭരണാധികാരികളാണ് എന്നാണ്. ഷാഫിമാമാണ് ഇവർക്കത് ക്രോഡീകരിച്ചു കൊടുത്തത്. എവിടെ ഷാഫിമാം ക്രോഡീകരിച്ച്? ഷാഫിമാം പറഞ്ഞത് ഭരണാധികാരി എന്ന്, ഇവർ പറയുന്നു മുജ്തഹിദായ പണ്ഡിതന്മാരി എന്ന്. ഇനി മാത്രമല്ല ഇമാം ഷാഫിന്റെ ഉമ്മിന്റെ 2ാം വാല്യം 261 പേജ് നോക്കൂ. എന്താ അദ്ദേഹം പറഞ്ഞത്? അത്തിയുല്ലാഹ് വഅത്തിയുർ റസൂല എന്ന ആയത്തിന്റെ വിശദീകരണം തന്നെയാണ് ഇമാം ഷാഫി പറഞ്ഞത്. എന്താ? നസലത്ത് ഫി ഉമറാഇ സറായ വ ഉമിറു ഇദാ തനാസഉ ഫി ഷൈഇൻ. ഇമാം ഷാഫി പറയാ ഒരു സംഘങ്ങൾ നടന്നു പോകുമ്പോ എവിടേക്കെങ്കിലും വല്ല കാര്യത്തിനും പോകുമ്പോ അതിലെ അമീർ പറഞ്ഞാൽ അത് അനുസരിക്കണം എന്നതിനുള്ള തെളിവാണിത് എന്ന് വളരെ കൃത്യമായി ഇമാം ഷാഫി പറയാം. മാത്രമല്ല വിവാദപരമായിരിക്കുന്ന കുവൈത്ത് കരാറുണ്ടല്ലോ, ആ കുവൈത്ത് കരാറിൽ റദ്ദു തനാസ് ഇലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഒച്ചപ്പാടായിട്ടുണ്ടെങ്കിലും അത് മറക്കാതിരിക്കാൻ ആ രേഖ ഒന്ന് പരിശോധിച്ചാലും നന്നാവും എന്നർത്ഥം. ഇനി മാത്രമല്ല ഇമാം ബുഖാരിയുടെ കിതാബുൽ അഹ്കാം നോക്കൂ നിങ്ങൾ. അതിൽ 7137 നമ്പർ ഹദീത്ത് ഇതാ പറയുന്നത്. അബൂ സലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. عن أبي سلمة بن عبد الرحمن أنه سمع أبا هريرة رضي الله عنه يقول إن رسول الله صلى الله عليه وسلم قال من أطاعني فقد أطاع الله ومن عصاني فقد عصى الله ومن أطاع أميري فقد أطاعني ومن عصى أميري فقد عصاني എന്ന് പറഞ്ഞ ഈ വിഷയത്തെ സംബന്ധിച്ച് പിന്നെ അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ പറയാ അബൂ ഹുറൈറയിൽ നിന്ന് ഞാൻ കേട്ടു റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? മൻ അതാഅനി ഫഖദ് അതാ അല്ലാഹ്, എന്നെ അനുസരിച്ചവൻ അല്ലാഹനെ അനുസരിച്ചു. വമൻ
അസാനി, എന്നെ എതിർത്തവൻ ഫഖദ് അസല്ലാ, അള്ളാഹ്ക്ക് എതിർ പ്രവർത്തിച്ചു. വമൻ അതാ, ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ, വമൻ അതാ അമീരി, എന്റെ അമീറിനെ അനുസരിച്ചവൻ ഫഖദ് അതാനി, എന്നെ അനുസരിച്ചു. വമൻ അസാ അമീരി, എന്റെ അമീറിന് എതിർ പ്രവർത്തിച്ചവൻ ഫഖദ് അസാനി, അവൻ എനിക്ക് എതിർ പ്രവർത്തിച്ചു. ഇവിടെ ഉലുൽ അംറി എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശമാണ് മൻ അതാ അമീരി, എന്റെ അമീറിനെ. അപ്പൊ റസൂലുള്ളാഹി ഒരു സംഘത്തിന് നേതാവായി നിയോഗിക്കുന്ന ആൾ എന്ന രൂപത്തിലാണ് ഇവിടെ കൃത്യമായി നമുക്ക് റസൂലുള്ളാഹിന്റെ ഹദീത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുക. ഈ ഹദീത്തിന് ഫതുൽ ബാരി നൽകുന്ന വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഫി ഹാദാ ഇശാറത്തും മിനൽ മുസന്നിഫി, ഇതിൽ മുസന്നിഫിൽ നിന്ന് കൃത്യമായ സൂചനയുണ്ട്. എന്ത്? ഇലാ തർജീ ഖൗലി സായിരി ഇലാ അന്നലാത നസലത്ത് ഫീ തആത്തിൽ ഉമറാ. ഇമാം ഹാഫിളുദ്ദീൻ ഇബ്നു ഹജറുൽ അസ്കലാനിയാ പറയുന്നത്, ഈ ആയത്ത് ഭരണാധികാരികളെ അനുസരിക്കണം എന്നുള്ളതിന് സൂചന നൽകുന്ന, അതിന് പിന്തുണ നൽകുന്ന ആയത്താണ് എന്ന് ഇമാം ബുഖാരി കൃത്യമായി നമുക്ക് സൂചന നൽകുകയാണ്. ഖിലാഫൻ ലിമൻ ഖാല നസലത്ത് ഫിൽ ഉലമാ, ഉലമാക്കളിലാണ് ഈ ആയത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞവരുണ്ട്. അതിന് എതിരായിക്കൊണ്ട് ഇമാം ബുഖാരി കൃത്യമായി കൊണ്ട് കാര്യം അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് ഫതുൽ ബാരി പറയാം. അതായത് റസൂലുള്ളാഹിന്റെ ഹദീസിൽ എന്താ ഉള്ളത്? മൻ അതാ അമീരി എന്നാ പറഞ്ഞത്. മൻ അതാ ആലിമി എന്നോ കാരിഇ എന്നോ ഫഖീഹി എന്നോ അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്, അമീറിനെയാണ് ഉദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി ഇത് ഉദ്ധരിച്ചത് കൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും എന്ന ഉലുൽ അംർ കൊണ്ട് ഉദ്ദേശം ഭരണാധികാരിയാണ് എന്ന് കൃത്യമായി. എന്നിട്ട് അദ്ദേഹം പറയാണ് വഖദ് റജ്ജഹ ദാലികൻ അയ്ളന തബരി, ഇത് കൃത്യമായി ഇമാം തബരിയും കൃത്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അമീറിനെ അനുസരിക്കുക എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അതുപോലെ ഇബ്നു ഉയൈന പറയുകയാണ്, എന്ത്? സഅൽതു സെയ്ദ് ഇബ്നു അസ്ലം, സെയ്ദ് ഇബ്നു അസ്ലമിനോട് ഞാൻ ചോദിച്ചു. ആരാ സെയ്ദ് ഇബ്നു അസ്ലം? പിന്നെ അദ്ദേഹം തന്നെ തുടർന്ന് പറയാം, വലം യകും ബിൽ മദീനത്തി അഹദു യുഫസ്സിറുൽ ഖുർആന ബഅദ മുഹമ്മദ് ബിൻ കഅബിൻ. ഫതുൽ ബാരിയിലുള്ള കാര്യം ഞാൻ പറയുന്നത് എന്താണ്? മദീനയിൽ മുഹമ്മദ് ബിൻ കഅബ് ആയിരുന്നു ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാനം നടത്തുന്ന ഏറ്റവും വലിയ ഹാഫിളും അതുപോലെ ഏറ്റവും വലിയ മുഹദ്ദിസും മുഫസ്സിറും ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മുഹമ്മദ് ബിൻ കഅബിന് ശേഷം മദീനയിലെ ഏറ്റവും വലിയ ഹാഫിളായിരുന്നു, ഏറ്റവും വലിയ ആലിമായിരുന്നു സെയ്ദ് ബിൻ അസ്ലം. ആ സെയ്ദ് ബിൻ അസ്ലമിനോട് ഈ ആയത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? അതിന്റെ മുമ്പുള്ളതും കൂടെ നീണ്ട് ഓത് എന്ന് പറഞ്ഞു. അതിന്റെ ഈ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ളത് ഓതാനാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ തൊട്ട് മുമ്പുള്ളത് എന്താണോ അത് നോക്കിയാൽ എനിക്ക് കാണാം. അതിന്റെ തൊട്ട് മുമ്പ് എന്താ? ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹക്കംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദിൽ. നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ നീതിപൂർവമുള്ള വിധിയാണ് നിങ്ങൾ നടപ്പാക്കേണ്ടത് എന്ന കൽപ്പനയാണ് ബേക്കിലുള്ളത്. അത് ഭരണാധികാരികളോടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഹാനായ സെയ്ദ് ബിൻ അസ്ലം പറയുകയാണ്, ഫഖാല ഹാദൽ ഉലാത്ത്, ഇവിടെ ഉദ്ദേശം ഭരണാധികാരിയാണ്. എന്താണ്? സെയ്ദ് ബിൻ അസ്ലമിനോട് ചെന്ന് ചോദിക്കാണ് ആര്? ഇബ്നു ഉയൈന ചോദിക്കുക. എന്താ ചോദ്യം? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും എന്നുള്ളിടത്ത് ഉലിൽ അംർ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോ മഹാനായ സെയ്ദ് ബിൻ അസ്ലം അതിന് നൽകുന്ന മറുപടിയാണ് എന്ത് പറഞ്ഞത്? ഇഖ്റ മാ ഖബ്ലഹ, അതിന്റെ ബാക്ക് കൊണ്ട് ഓതി. അതന്നെയാണ് ഹുദവികളോടും എനിക്ക് പറയാനുള്ളത്. മദീനയിലെ ഏറ്റവും വലിയ മഹാപണ്ഡിതനായ സെയ്ദ് ബിൻ അസ്ലമിനോട് ഉലിൽ അംർ കൊണ്ടുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി അതിന്റെ ബാക്കിലെ ആയത്തും കൂടെ ഓതി. ബാക്കിലെ ആയത്തിൽ എന്താ ഉള്ളത്? പിന്നെ ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹക്കംതും ബൈനൻ നാസ് അൻ തഹ്കുമൂ ബിൽ അദിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്താണുള്ളത്. ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ നീതിപൂർവം വിധി നടപ്പാക്കണം. വിധി നടപ്പാക്കലാരാണ്? ഭരണാധികാരികളാണ്. ഫഖാല ഹാദൽ ഉലാത്ത്, ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ഇത് ഭരണാധികാരികളാണ് എന്ന്. അപ്പോൾ ഇവിടെ ഉലുൽ അംർ കൊണ്ടുള്ള ഉദ്ദേശം മുജ്തഹിദായ ഇമാം ഷാഫി, അബു ഹനീഫ അതുപോലുള്ള ആളുകളെ തഖ്ലീദ് ചെയ്യലാണ് എന്ന് ഹുദവി പറഞ്ഞത് കളവാണ്. മനഃപൂർവ്വം കളവായിക്കൊള്ളണം എന്നില്ല. മനുഷ്യന്റെ അടുത്ത് തെറ്റുപറ്റും, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വിവരക്കുറവ് സംഭവിച്ചതാണ്. ഞാൻ വളരെ ചുരുങ്ങിയ വ്യാഖ്യാനമാണ് ഈ ആയത്തിന് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിക്കാനുണ്ട്. രത്ന ചുരുക്കം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ഇമാമ് പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി, നിങ്ങൾ ആയത്തു ഹദീസ് കൊടുക്കണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ഇമാമ് പറഞ്ഞത് മാത്രം എടുത്തിട്ട് സമസ്തന്റെ ആളുകൾ മുന്നോട്ട്
മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇന്ന് സമസ്തന്റെ ആളുകൾ കാണിക്കുന്ന ബിദ്അത്ത് ഉണ്ടല്ലോ, കത്തപ്പൊര, കണ്ണോക്ക്, അടിയന്തരം, മുട്ടറുക്കല്, ഹോമടല്, നബിയുടെ പിറന്നാൾ ആഘോഷിക്കല്, ജാറം കെട്ടല്, ജാറം മൂടല്, അതുപോലെ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയല്, നിസ്കാര ശേഷമുള്ള ഇമാമിന്റെ ഉറക്ക പ്രാർത്ഥന, കുത്ത് റാത്തീബ്, ജാറം മൂടല്, നിലവിളക്കല്, എണ്ണയിന്ന് ബർക്കത്തെടുക്കൽ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം പരിപാടികളുണ്ടോ അതൊന്നും കാണൂല. ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ഇവരുണ്ടാക്കിയ കരിഞ്ചന്തയാണ്. ഇനി മാത്രമല്ല, ഒരു മുജ്തഹിദ ഇമാമിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്നിപ്പോ ഞാനത് പറഞ്ഞാൽ പോരല്ലോ. എന്നാൽ ഇത് ഏതെങ്കിലും ഇമാമികൾക്ക് ഇതിന്റെ അഭിപ്രായം ഉണ്ടോ? ഞാൻ പറയാം. ഇമാം മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമനാണല്ലോ ഇമാം അബു ഹനീഫ. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? ഹറാമുൻ അലാ മൻ ലം യഅരിഫ് ദലീലി യുഫ്തിയ ബി കലാമി. ഒരാളും എന്റെ വാക്കുകൊണ്ട് ഫത്വ പറയാൻ പാടില്ല. അബു ഹനീഫ പറഞ്ഞു എന്ന് പറയരുത്, അത് ഹറാമായ കാര്യമാണ്. ഹറാമുൻ ഹറാമാണ്, അലാമൻ ഒരുത്തന്റെ പേരിൽ. എങ്ങനത്തെ ഒരുത്തൻ? ലം യഅരിഫ്, അവൻ അറിഞ്ഞിട്ടില്ല ദലീലി, ഞാൻ ഒരു ഫത്വ പറയുമ്പോൾ അതിന്റെ തെളിവ് അവൻ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവന് ഹറാമാണ്. യുഫ്തിയ ബി കലാമി, ഞാൻ പറഞ്ഞ വാക്കുകൊണ്ട് ഫത്വ കൊടുക്കൽ ഹറാമാണ് എന്ന് അബു ഹനീഫയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ഉലുൽ അംർ എന്നുള്ള ആയത്തിന്റെ പദം കൊണ്ടുവന്ന് ഹുദബികൾ എന്ത് ചെയ്യും അബു ഹനീഫ ഇമാമിന്റെ മുമ്പിൽ നാളെ പാരത്രീക ലോകത്ത്? അതുപോലെ ഇമാം മാലിക് പറഞ്ഞു, എന്താ പറഞ്ഞത്? മാമിൻ അഹദിൻ ഇല്ലാ വഹുവ മഅഖൂദു മിൻ കലാമിഹി വ മർദൂദുൻ അലൈഹി ഇല്ലാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാത്ത ഒറ്റ ആളെയും അന്ധമായി അനുകരിക്കാൻ പാടില്ല, എല്ലാവരും തെറ്റ് സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ മഹാനായ ഇമാം ഷാഫി പറഞ്ഞു, ഇദാ റഅയ്തും കലാമി യുഖാലിഫു ഖൗല റസൂലില്ലാഹി ഫദഉ കലാമി വഅമലു ബിൽ ഹദീസ്. എന്റെ വാക്ക് റസൂലുള്ളാഹിന്റെ വാക്കിനെതിരെ കണ്ട എന്റെ വാക്ക് നിങ്ങൾ ഒഴിവാക്കണം, റസൂലിന്റെ വാക്ക് സ്വീകരിക്കണം എന്ന് ഇമാം ഷാഫി പറയാണ്. അതുപോലെ തന്നെ ഇമാം ഷാഫിയുടെ വാക്കെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത് കൂടുതലും തിരി ആർക്കാണ്? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കാണല്ലോ. ഇമാം മുസ്നി അദ്ദേഹത്തിന്റെ മുഖ്തസർ മുസ്നിയിൽ പറഞ്ഞ എന്താ അറിയോ? ഇഖ്തസർതു ഹാദൽ കിതാബ മിൻ ഇൽമി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി അലാ മൻ അറാദഹു മഅ ഇലാമിഹി നഹിയഹു അൻ തഖ്ലീദിഹി വ തഖ്ലീദി ഗൈരിഹി എന്നാണ് പറഞ്ഞത്. എന്താ പറയുന്നത്? ഞാൻ ഈ ഗ്രന്ഥം ചുരുക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ഇമാം ഷാഫിയുടെ അറിവിന്റെ ഭണ്ഡാരത്തിൽ നിന്നാണ്. ആർക്ക് വേണ്ടിയാണ്? അദ്ദേഹത്തിന്റെ അറിവ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. മഅ അവൻ ഞാൻ പ്രത്യേകം അറിയിക്കുന്നതോടൊപ്പം എന്ത്? നഹിയഹു, ഇമാം ഷാഫി ഒരു കാര്യം വിലക്കിയിട്ടുണ്ട്. എന്താ വിലക്കിയിട്ടുള്ളത്? അൻ തഖ്ലീദിഹി വ തഖ്ലീദി ഗൈരി. ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല, ഷാഫി ഇമാം അല്ലാത്തവരെയും അന്ധമായി ഒരാളുടെയും മദ്ഹബിനെ അന്ധമായി അനുകരിക്കാൻ പാടില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഷാഫിന്റെ ശിഷ്യനായ മുസ്നി അദ്ദേഹത്തിന്റെ മുഖ്തസർ മുസ്നിന്റെ 1-ാം പേജിലെ 1-ാം വരിയിൽ അത് കൊടുക്കുന്നത്. ഈ ഇമാം മുസ്നി ഷാഫി തമ്മിലുള്ള ബന്ധം മൂല്യമാരന്റെ വായന പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? ഇമാം മുസ്നി ഇമാം ഷാഫിന്റെ റിസാല 500 പ്രാവശ്യം വായിച്ചു. ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ മുമ്പ് കിട്ടാത്ത അറിവ് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അതാണ് ഇമാം മുസ്നി. ആ മുസ്നിയാണ് ഇമാം ഷാഫിയെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഇമാം ഷാഫിന്റെ ആളാണെന്ന് പറയുന്ന ഹുദവികൾ പറയുന്നു ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്യണം, ഷാഫി ഇമാം പറയുന്നു വേണ്ട എന്ന്. അതുപോലെ മദ്ഹബിന്റെ ഇമാമുകളിൽ 3-ാമനാണ് അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹം 4-ാമൻ. അദ്ദേഹം പറയാണ്, ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദ് മാലിക്കൻ വൽ ഔസാഇ നീ ഒരിക്കലും എന്നെയും അതുപോലെ തന്നെ ഇമാം മാലിക്കിനെ, ഔസായിയെ, നഖിയെ ഇവരെ ആരെയും നീ തഖ്ലീദ് ചെയ്ത് അന്ധമായി അനുകരിക്കരുത് എന്ന് ആരാ പറയുന്നത്? അഹ്മദ് ബിൻ ഹംബൽ. അപ്പൊ ചുരുക്കി പറഞ്ഞ 4 മദ്ഹബിന്റെ ഇമാമുകളും ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോ അവർ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് വാശി പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാവോ? എന്നാൽ അവര് പറഞ്ഞ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് സന്തോഷിക്കാമായിരുന്നു. അവര് പറഞ്ഞോട് തന്നെ അവര് നിൽക്കുന്നത്. എന്നാൽ അവര് പറഞ്ഞതാണെങ്കിലോ അവരുടെ പ്രവർത്തനങ്ങളിൽ എവിടെ നമുക്ക് കണ്ണോക്കോ കുത്തറാത്തീവോ ജാറം മൂടലോ ഹോമടലോ ഇതൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവരില്ലാത്തത് പറയുകയും ചെയ്യുക. അപ്പൊ ചുരുക്കി പറയട്ടെ, 4 ഇമാമുകളും അവരെ തഖ്ലീദ് ചെയ്യരുതെന്ന് പറയുന്നു. എന്നാൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇമാമുകൾ പറഞ്ഞതുകൊണ്ടാണോ അവരെ തഖ്ലീദ് ചെയ്യാതെ പോകുന്നത്? അല്ല. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് സലഫുകൾ പറഞ്ഞ വ്യാഖ്യാനം പരിശോധിച്ച് നോക്കുമ്പോൾ പാടില്ല, അത് ഹറാമാണ്, ഒരു ഇമാമിനെ അന്ധമായി അനുകരിക്കാൻ പാടില്ല. സൂറത്ത് തൗബയുടെ 31-ാമത്തെ ആയത്ത് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ എന്ന് പറഞ്ഞ ആയത്ത് ഹുദവിമാരൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഫഹ്റുർ റാസിയുടെ തഫ്സീർ എടുത്തു നോക്കിയാൽ കാണാം. എന്താ പറയുന്നോ? ഖാല മൗലാന വ ഖാതിമത്തുൽ മുഹഖ്ഖീന വൽ മുജ്തഹിദീന ഖദ് ഷഹദതു ജമാഅത്തൻ മിൻ മുഖല്ലിദത്തിൽ ഫുഖഹാ ഫഖറഅതു അലൈഹിം ആയാത്തിൻ കതീറത്തിൻ മിൻ കിതാബില്ലാ. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ശൈഖുന ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്തു? ഒരുപാട് മുഖല്ലിദുകളോട്, അതായത് ഒരു ഇമാമിന്റെ ആളുകളാണ്, ഒരു ഇമാമിന്റെ തഖ്ലീദ് ചെയ്തിരിക്കുന്ന ആളുകളാണ്, ഒരു ഇമാമിന്റെ മദ്ഹബ് സ്വീകരിച്ചിരിക്കുന്ന ആളുകളാണെന്ന് പറയുന്ന ആളുകൾക്ക് ഞാൻ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഫി വഅദിൽ മസായിൽ, ചില മസാലകളിൽ. പക്ഷെ വകാനത്ത് മദാഹിബുഹും ബി ഖിലാഫി തിൽക്കൽ ആയാത്ത്, അവരുടെ മദ്ഹബാണെങ്കിലോ ഈ ആയത്തിന് എതിരാണ് താനും. ഫലം യഖ്ബലു തിൽക്കൽ ആയാത്ത്, അപ്പോൾ അവർ ആ ആയത്ത് സ്വീകരിച്ചതേ ഇല്ല. വലം യൽതഫിതു ഇലയ്യ, അവരതിലേക്ക് തിരിഞ്ഞു നോക്കിയത് പോലില്ല. വ ബഖൗ യൻദുറൂന ഇലയ്യക്കൽ മുതഅജ്ജിബി, അവർ അത്ഭുതത്തോടെ എന്നെ നോക്കി. എന്താ കാരണം? കൈഫ യുംകിനുൽ അമലു ബി ദവാഹിരി ഹാദിഹിൽ ആയാത്ത് മഅ അന്ന റിവായത്താൻ സലഫിന വറദത്ത് അലാ ഖിലാഫിഹ,
ഈ ആയത്തെങ്ങനെ നമ്മൾ സ്വീകരിക്കുക? ഞങ്ങളുടെ ഇമാമികൾ പറഞ്ഞ ഇതിന് എതിരാണല്ലോ, അതുകൊണ്ട് സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ഞാൻ പറഞ്ഞത് കേട്ടതേ ഇല്ല. എന്നിട്ട് ഫഖർ റാസിയുടെ തഫ്സീറിൽ കാണാം, വലൗ തഅമ്മൽ തഹഖ തഅമ്മുലി, ശരിക്കും നീ ചിന്തിച്ചു നോക്കിയാൽ ലവജത്ത ഹാദ അസാരിയം ഫി ഉറൂഖിൽ അക്തരീന മിൻ അഹ്ലി ദുനിയ, ലോകത്ത് വൻ ഭൂരിഭാഗം ആളുകൾക്കും ഈ രോഗം പിടിപെട്ടതായിട്ട് നിനക്ക് കാണാൻ കഴിയുമെന്നാണ് മഹാനായ ഇമാം ഫഖർ റാസിയുടെ തഫ്സീറിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു രോഗമാണ്. ഇത് ഷാഫി മദ്ഹബ് അല്ല. ഷാഫി ഇമാമിന്റെ പേരിൽ ഇവരുണ്ടാക്കി തീർത്ത ഒരു അപകടകരമായ ഒരു ചിന്താധാരയാണ്. അതിൽ നിന്ന് ഹുദവികൾ എല്ലാവരും മാറി ചിന്തിക്കണം. പരലോകമാണ് നമ്മുടെ ലക്ഷ്യം, സംഘടനയല്ല, ഭൗതികമായ ഇവിടുത്തെ നേട്ടങ്ങളല്ല. അതുകൊണ്ട് കിതാബുകളിലേക്ക് മടങ്ങണം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ അഖീദപരമായ കാര്യം പറഞ്ഞല്ലോ, എന്റെ ഹുദവികളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ മുജാഹിദുകൾ എന്താണോ പറയുന്നത് അവിടെ നിങ്ങൾ നിൽക്കണമെന്ന് വിനയത്തോടെ പറയാണ്. കാരണം ഇവിടെ കിതാബ് അഖീദയുടെ കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ കഴിഞ്ഞ കാല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം അശ്ശരിയുടെ റിസാലത്തു സഹർ ആവട്ടെ, അദ്ദേഹത്തിന്റെ ഇബാനയാവട്ടെ, അദ്ദേഹത്തിന്റെ മക്കാലത്തുൽ ഇസ്ലാമീനാവട്ടെ, ആ ഗ്രന്ഥങ്ങൾ ഒറ്റ പണ്ഡിതൻ ഇമാം അശ്ശരിയുടെ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളുടെ 1-ാം പേജ് തൊട്ട് അവസാന പേജ് വരെ മുജാഹിദുകൾ അംഗീകരിക്കാം. ഉത്തരവാദിത്വത്തോടു കൂടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഓണർ അബൂ ഇഹ്സാനുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇമാം അശ്ശരിയുടെ ഗ്രന്ഥം റിസാലത്തു സഹർ, മക്കാലത്തുൽ ഇസ്ലാമിയന്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇബാന, ഈ ഗ്രന്ഥങ്ങളുടെ 1-ാം പേജ് തൊട്ട് അവസാന പേജ് വരെ ഞങ്ങൾ സ്വീകരിക്കാം. സമസ്തക്ക് അതിന് സാധിക്കുമോ? അതുപോലെ ഞാൻ വേറെ പണ്ഡിതന്മാരുടെ പേര് പറയാം. ഇബ്നു ഖുദാമുൽ മഖ്ദിസിയുടെ അൽ മുനാദറയുടെ 1-ാം പേജ് തൊട്ട്, അഖീദയാണ് ചർച്ച ചെയ്യുന്നത്, 1-ാം പേജ് തൊട്ട് അവസാന പേജ് വരെ ഞങ്ങൾ സ്വീകരിക്കാം. ഇബ്നു ഖുദാമുൽ മഖ്ദിസിയുടെ തന്നെ അൽ ഇഅ്തിഖാദിന്റെ 1-ാം പേജ് തൊട്ട് അവസാന പേജ് വരെ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. സമസ്തന്റെ ആളുകൾ തയ്യാറുണ്ടോ? അതുപോലെ തന്നെ ഇമാമുൽ ഹറമൈനിയുടെ വന്യ പിതാവായ മുഹമ്മദുൽ ജുവൈനിയുടെ റിസാലത്തും ഫിൽ ഇസ്ബാത്ത് വൽ ഫൗഖിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് തൊട്ട് അവസാന പേജ് വരെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. സമസ്തയുടെ ആളുകൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അതുപോലെ തന്നെ ഇമാം വസ്സാലിയുടെ ഇൽജാമുൽ അവാം, അദ്ദേഹം മുഅ്തസിലി ചിന്തയിൽ നിന്ന് മാറി പിന്നീട് രചിച്ച ഗ്രന്ഥമാണത്. ആ ഇൽജാമുൽ അവാമിന്റെ 1-ാം പേജ് തൊട്ട് അവസാന പേജ് വരെ ഞങ്ങൾ അംഗീകരിക്കാം. അതുപോലെ കിതാബ് തൗഹീദ്, ഇബ്നു ഹുസൈമയുടെ കിതാബ് തൗഹീദിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ മുജാഹിദുകൾ അംഗീകരിക്കാം. സമസ്തയുടെ ആളുകൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അതുപോലെ ഇബ്നു മന്ദയുടെ കിതാബ് തൗഹീദിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. സമസ്തയുടെ ആളുകൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അതുപോലെ ഇമാം ബൈഹഖിയുടെ കിതാബ് സിഫാത്തിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ സ്വീകരിക്കാം. ഇമാം ദാറഖുത്നിയുടെ കിതാബ് നുസൂലിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ സ്വീകരിക്കാം. ഇമാം ദാറഖുത്നിയുടെ തന്നെ കിതാബ് സിഫാത്ത്, അസ്മാഉ സിഫാത്തിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ ഞങ്ങൾ സ്വീകരിക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ലോകത്ത് കഴിഞ്ഞുപോയ അഖീദ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ച ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ ആ പണ്ഡിതന്മാരുടെ എല്ലാം ഗ്രന്ഥങ്ങളുടെ 1-ാം പേജ് തൊട്ട് അവസാന പേജ് വരെ മുജാഹിദുകൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ ഉദവികൾ അത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ദുബൈയിൽ UAE ഉള്ളവരാണല്ലോ പല ഉദവികളും ഈ വിഷയമായി വന്നിട്ടുള്ളത്. UAE ഞങ്ങൾ അവസരം ഒരുക്കാം. ഇമാം അശ്ശരിയുടെ ഒരൊറ്റ കിതാബ്, ഇമാം അശ്ശരിയുടെ റിസാലത്തു സഹറിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ മുജാഹിദുകൾ സ്വീകരിക്കാൻ തയ്യാറാണ്. സമസ്തയുടെ ആളുകൾ ഇമാം അശ്ശരിയുടെ 1-ാം പേജ്, പിന്നെ റിസാലത്തു സഹറിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ സമസ്തയും മുജാഹിദുമായി 2 ഗ്രൂപ്പായി പോവേണ്ടി വരില്ല. നമുക്ക് ഒന്നിച്ചു പോവാം, പരലോകത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ കാര്യം ഉത്തരവാദിത്വത്തോടു കൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഓണർ അബൂ ഇഹ്സാനുമായി ദുബൈയിലുള്ള ആളുകൾ ബന്ധപ്പെടുക. ഇമാം അശ്ശരിയുടെ റിസാലത്തും പിന്നെ അദ്ദേഹത്തിന്റെ റിസാലത്തു സഹർ ഞങ്ങൾ ദുബൈയിൽ ഹാജരാക്കാം. ഹുദവികൾ ആരാണുള്ളത് എങ്കിൽ ആ ഗ്രന്ഥം മുന്നിൽ വെച്ച് അവരർത്ഥം പറഞ്ഞാൽ മതി. ഞങ്ങൾ ആരും അർത്ഥം പറയില്ല. ഹുദവികൾ ഇമാം അശ്ശരിയുടെ റിസാലത്തു സഹർ നിവർത്തി 1-ാം പേജ് തൊട്ട് അവസാന പേജ് വരെ അർത്ഥം വെക്കുക. എന്നിട്ട് അതിലുള്ളത് എന്തോ അത് മുജാഹിദുകൾ സ്വീകരിക്കാം. എന്നിട്ട് അതിലുള്ളത് ഞങ്ങൾ സ്വീകരിച്ചു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഏത് പേപ്പറാ, മുദ്രക്കടലാസ് ആണെങ്കിലും അല്ല, എന്തായാലും അല്ല, അതിൽ ഞങ്ങളുടെ പേരും അഡ്രസ്സും എഴുതി ഉത്തരവാദിത്വത്തോടു കൂടെ ഇത് ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതി തരാം. അതുപോലെ സമസ്തയുടെ നേതാക്കന്മാരായ ആളുകൾക്ക് ഇമാം അശ്ശരിയുടെ ഗ്രന്ഥം സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.